നന്മകൾക്കുമായി ഓരോ പ്രവൃത്തികൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുകഴുവാനൊന്നുമില്ല കർത്താവെ, ഞങ്ങളുടെ കൃപയല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് കർത്താവെ, ഞങ്ങളിന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ഞാൻ രോഗത്തിലല്ല, രോഗത്തിൽ എൻ്റെ മേൽ അധികാരമില്ല. കർത്താവിൻ്റെ തിരുമുറിവിൽ എനിക്ക് ആരോഗ്യവും സൗഖ്യവുമുണ്ട്. ഞാൻ ദരിദ്രനല്ല, യേശുക്രിസ്തു എൻ്റെ ദാരിദ്ര്യം മാറ്റിയതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ഞാൻ ബഹുസമ്പന്നനാണ്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് സമൃദ്ധി അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ സംഭവിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. സകല കാര്യത്തിലും ദൈവം നമ്മളെ അനുഗ്രഹമാക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് പ്രാർത്ഥിക്കാൻ തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നമുക്കൊന്ന് ഉറയ്ക്കുവാനും ദൈവപ്രവർത്തികളെ ഇന്ന് ലൈവായിട്ട് തന്നെ കാണുവാനും ദൈവപ്രവർത്തികളെ അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ അവിടെ എല്ലാ മേഖലകളിലും ഇന്ന് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് സഹായിക്കാം. ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ, ദൈവം ബലപ്പെടുന്നല്ലോ. നമ്മൾ ഇന്നലകളിൽ കേട്ട വചനഭാഗം എന്തിനെപ്പറ്റിയുള്ള നിങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കൃപാവരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തിന്റെ വരം. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അനുഗ്രഹീതമാകുന്ന. ആമേൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട് നമ്മുടെ പ്രാർത്ഥന അനുഗ്രഹമാണ്. കൃപാവരങ്ങൾ അതിന് എല്ലാത്തിനുപരി പ്രവചന വരത്തെ പറ്റിയാണ്, വിശ്വാസത്തിൻ്റെ വരത്തെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് വചന ക്ലാസ്സുകൾ കേൾക്കുന്നവർക്കാണ് കൂടുതലും ഇത് പ്രയോജനപ്പെടുന്നത്. ഇടയിൽ വരുന്നവർക്ക് പ്രയോജനം ഇല്ലെന്നല്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെയും യൂട്യൂബിലുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും വചന പഠനം വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫെബ്രുവരിയിൽ നമ്മൾ നടക്കാൻ പോകുന്ന മീറ്റിങ്ങിനെ ഓർത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. ഇന്ന് യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കം വരുന്നവർ വീഡിയോ ഓഫ് ചെയ്ത് വെക്കുക. അപ്പം ഞാനിത് സുവിശേഷം പറയുന്ന സമയത്ത് നമുക്കൊരു ബലം ഉണ്ടാകണമല്ലോ, രണ്ട് വചനം മുന്നോട്ട് പറയാൻ വേണ്ടി. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, ഞാനിവിടെ നിന്ന് വീഡിയോ ഓഫ് ചെയ്തോളാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് ചെയ്യും. ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞ ആ വചന ഭാഗത്തിൽ തന്നെ നമുക്ക് നിൽക്കാം. കൊരിന്ത്യ ലേഖനത്തിൽ ആ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. കൃപാവരങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തുണ്ടാകണം? അറിവുള്ളവർ ആകണം. നമുക്ക് എന്ത് വേണം? കൃപാവരങ്ങളെ, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവർ ആകരുത് എന്ന് അപ്പോസ്തലൻ പറയുന്നൊരു വചനഭാഗമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആത്മീക വരങ്ങൾ. എന്തിനാണ് ആത്മീക വരങ്ങൾ? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീയ വരങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ 2-3 ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു വിശ്വസിക്കും. നമ്മൾ ലൈവായിട്ട് തന്നെ ദൈവപ്രവർത്തികൾ, ഓരോ കൃപാവരങ്ങളെ സെപ്പറേറ്റ് നമ്മൾ അതിൻ്റെ ലൈവായിട്ടുള്ള കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരാൻ ഇടയായി തീർന്നു. ഞാൻ പിന്നെയും പറയുന്നു, ഇത് എൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നതല്ല, ഇത് കർത്താവിൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ബ്രദറെ എന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രവചിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്നതല്ല. നിങ്ങളുടെയും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അത് വെളിപ്പെടുന്നത്. ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായിരിക്കാം, ചിലപ്പോൾ ഒരു വചനമായിരിക്കാം, ചിലപ്പോൾ ഒരു ആലോചനയായിരിക്കാം, ചിലപ്പോൾ ഒരു ഈ ഏത് കൃപാവരങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഉപയോഗിക്കും. ഇന്നത് വേണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. നിങ്ങൾക്ക് ആവശ്യം ഇപ്പോൾ എന്താണോ അത് കർത്താവ് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ വിശ്വാസം എന്ന വരത്തെക്കറ്റി കേട്ടു. വിശ്വാസം എന്ന വരം നമ്മൾ ഒത്തിരി കേൾക്കുന്നതാണ്. വിശ്വാസം എന്ന വരവാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് നമ്മളിന്ന് ചേഞ്ച് ആകാൻ വേണ്ടി പോകണം. അതായത് ഇന്ന് മുതൽ നിങ്ങളിലുള്ള കൃപാവരങ്ങൾ
തുറക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വചന സന്ദേശമാണ് ഇന്ന് കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ രോഗശാന്തിയുടെ വരം നിങ്ങളിൽ ഒട്ടുമുക്കാലും ആളുകളുടെ മേൽ പ്രവർത്തിക്കുന്നുണ്ട്. എത്ര പേര് പ്രാർത്ഥിച്ച് മറ്റൊരു വ്യക്തിയുടെ മേൽ രോഗസൗഖ്യം കണ്ടവരുണ്ട് ഇതിൻ്റെ അകത്ത്? ഉണ്ട് ബ്രദറെ. തീർച്ചയായിട്ടും ആമേൻ. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ വന്നതിന് ശേഷമാണോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗം രോഗം സൗഖ്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, എന്നിലൂടെ രോഗസൗഖ്യം നടക്കുമെന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടായത് ഈ കൂട്ടായ്മയിൽ വന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ കൂട്ടായ്മ വന്ന് കേട്ടത് നിമിത്തമാണോ നിങ്ങളത് ചെയ്യാൻ തുടങ്ങിയത്? ആമേ. ഞാൻ എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുത് ബ്രദർ എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മ എന്ന് എപ്പോഴും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഈ ഒരു കൂട്ടായ്മയെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്, അതായത് ചിലപ്പം നിങ്ങൾക്ക് എന്നെ പലരും നേരി കണ്ടു കാണത്തില്ല, എൻ്റെ ഒരു ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളായിരിക്കാം. മിക്ക സ്ഥലങ്ങളിലും നിങ്ങൾക്കറിയാം ദൈവദാസന്മാരുടെ എല്ലാവരുടെയും ഫോട്ടോസും ഫേസും ഒക്കെ ആണെങ്കിൽ അല്ലാതെ ഞാൻ എതിരല്ല കേട്ടോ. സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഞാനിപ്പം എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എനിക്ക് എപ്പോഴും വീഡിയോ അപ്പോൾ എൻ്റെ മുഖമോ അല്ലെങ്കിൽ എൻ്റെ ശബ്ദം അല്ലെങ്കിൽ എൻ്റെ ഇതല്ല, ദൈവം ഒരുക്കി വെച്ചേക്കുന്നതിനെ ദൈവം തുറക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മയിൽ എടുത്ത് ചോദിക്കാൻ കാരണം, ദൈവം നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പഠിപ്പിക്കുകയല്ല, ദൈവം പഠിപ്പിക്കുകയാണ്. എന്തിനാ കർത്താവ് ഇത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടണമെങ്കിൽ നമ്മൾ അറിയാത്ത പല തടസ്സങ്ങൾ കണ്ടേക്കാം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന പലതും കണ്ടേക്കാം. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് പുറത്തു വരുവാൻ, നമ്മളെ സഹായിക്കുവാൻ ദൈവം തന്ന ഗിഫ്റ്റുകളാണ്. നമ്മൾ ഈ ഗിഫ്റ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അനുഗ്രഹമായി തീരുവാൻ കഴിയും. പക്ഷേ ചില ആൾക്കാർക്ക്, നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ പല ദൈവദാസന്മാരുടെ എല്ലാം അടുക്കൽ പോയിട്ടുള്ളവരേക്ക് ഒട്ടുമുക്കാലും ആൾക്കാർ പല ദൈവദാസന്മാരുടെയും പുറകെ പോയിട്ടുള്ളവരാണ്, പലയിടങ്ങളിലും പ്രാർത്ഥിക്കാൻ പോയിട്ടുള്ളവരാണ്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ, എന്നിലൂടെ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണം, എന്നിലൂടെ കർത്താവ് എനിക്കൊരു പ്രവൃത്തി നടക്കുകയും ചെയ്യണം, എന്നിലൂടെ അനേകർക്കൊരു ദൈവപ്രവൃത്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം ഗൈഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. കാരണം എനിക്ക് തന്നൊരു ദർശനം അനേകരെ ക്രിസ്തുവിൽ എണീപ്പിക്കുക, വെറുതെ എല്ലാവരുടെയും പുറകെ നടക്കുന്നവരാകാതെ അനേകരെ യേശുവിലേക്ക് എണീപ്പിക്കുക എന്നൊരു ദർശനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പേര് തന്നെ ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നാണ്. ആ പേര് ആദ്യ സമയത്ത് ഞെട്ട സമയത്ത് എല്ലാവരും ചോദിച്ചു എന്താണ് ഇതിൻ്റെ ആശയം. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു ജനറേഷനെ, ഒരു തലമുറയെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും, സത്യ വെളിച്ചത്തിൻ്റെ തലമുറ. ആമേൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ അടുത്ത ഓരോ അപ്പോൾ രോഗശാന്തിയുടെ വരം നിങ്ങളിലൂടെ പുറത്ത് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു വ്യക്തികളിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി, രോഗസൗഖ്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. ഇനി എത്ര പേർക്ക്, ഞാൻ ഇതിന് ശേഷം ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ ഓരോ കൃപാവരങ്ങളെപ്പറ്റി ഒന്നും കൂടി ഞാൻ റിവേഴ്സ് എടുക്കാൻ വേണ്ടി പോണ്. ഇതൊക്കെയും നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഈ കൃപാവരങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാൽ ഒരു ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. വീര്യപ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം തന്നെ. ആത്മാവിൻ്റെ പ്രകാശനം ലഭിച്ചിട്ട് ഓരോരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരുത്തന് പരിജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരുത്തന് ആത്മാവിനാലുള്ള വിശ്വാസം, മറ്റൊരുത്തന് അതേ ആത്മാവിലെ രോഗശാന്തി വരം, മറ്റൊരുത്തന് വീര്യപ്രവൃത്തിയുടെ വരം, മറ്റൊരുവത്തിന് പ്രവചന വരം, മറ്റൊരുവത്തിന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷാവരം. അപ്പോൾ ഈ മറ്റൊരുത്തൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വരമെന്നല്ല. പൗലോസ് ലീഗ അതിനെ തരം തിരിച്ചെഴുതിയതിൻ്റെ കാരണം എന്നാന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ആ വരങ്ങളുണ്ട്. അതിനെ തരം തിരിച്ചെഴുതാൻ കാരണം കൊരിന്ത്യ സഭയിലുണ്ടായ ഡിസോർഡർ ആയിട്ടുള്ള അവസ്ഥകളെ പറ്റിയാണ്. ഒരു തവണ ഞാനത് എടുത്തിട്ടുള്ളത് കൊണ്ട് പിന്നെ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ എങ്കിലും ഒറ്റ വാക്കി ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ഈ 9 കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു വിശ്വാസി എന്ന തലത്തിൽ നിന്നും ശിഷ്യൻ എന്ന തലത്തിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകണം, നിങ്ങളുടെ മനസ്സ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ കൃപാവരങ്ങളിൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പം, നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം രോഗസൗഖ്യത്തിൻ്റെ വരം നിങ്ങളിൽ പുറത്തു വന്നു. അതായത് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ രോഗസൗഖ്യങ്ങൾ നടക്കുന്നു. അപ്പോൾ രോഗസൗഖ്യം നടക്കുന്നതിൻ്റെ കാരണം നിങ്ങളിൽ ആ വചന കേൾവിയിലൂടെ രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു വരം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഒരു രോഗിക്ക് സൗഖ്യത്തെ കൊടുക്കുവാനുള്ള വരം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്.
7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മുകളിലത്തെ വാക്യത്തിൽ ഇതെല്ലാം പൊതുപ്രയോജനത്തിന് വേണ്ടി, അനേകരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇനി വിശ്വാസം എന്ന വരവാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. പിശാചിൻ്റെ ഒരു ലക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് തകർക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും, ഒരു വിശ്വാസിയുടെ കോൺഫിഡൻസ് തകർക്കുക. അവൻ്റെ ശക്തിയല്ല, അവൻ നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ തുറന്നാൽ ഒത്തിരി ആളുകൾ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എനിക്കൊരു തെറ്റ് പറ്റിയാൽ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ എൻ്റെ പേരെടുത്തിട്ട് എനിക്ക് സംഭവിച്ച മിസ്റ്റേക്കിൻ്റെ വീഡിയോ എടുത്തിട്ട് അതെന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, അത് ചെയ്യുന്നതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഒരിക്കലും ഞാൻ എല്ലാ വിമർശനങ്ങളെയും പറയില്ല. വിമർശനം നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ട്. നിങ്ങൾ എല്ലാ വിമർശനങ്ങളും കാണരുതെന്നാണ് ഞാൻ പറഞ്ഞത്. വിവേചിക്കണം നമ്മൾ. ഇപ്പം നമ്മളൊരു ക്രിസ്തുവേശുവിലായിക്കഴിഞ്ഞാൽ നിങ്ങളും ഞാനും സഹോദരങ്ങളാണ്. ക്രിസ്തുവേശുവിൽ നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ഇനി യേശുവിലേക്ക് വരാത്ത വ്യക്തി നമ്മൾ വെറുക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ നിങ്ങൾ ഉടനെ ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് ഉടനെ എൻ്റെ അനിയൻ, എൻ്റെ പെങ്ങള്, എൻ്റെ മോന്, എൻ്റെ ഭാര്യയ്ക്ക് ഉടനെ നിങ്ങൾ പുറത്തോട്ട് മൈക്ക് സെറ്റ് വെച്ച് നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല, ഇന്ന തെറ്റ് ചെയ്തു, ഇന്ന തെറ്റെന്ന് പറയത്തില്ല. നമ്മൾ അവരെ രഹസ്യത്തിൽ വിളിച്ചിട്ട് അവരോട് എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നിനക്ക് തെറ്റ് സംഭവിച്ചു, അത് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് നമ്മൾ പറയത്തില്ല. പക്ഷെ ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ വ്യക്തിപരമായിട്ട് ആ വ്യക്തിയോട് പറയണം, സഹോദര നിങ്ങളിത് കാണിച്ചത് ശരിയല്ല കേട്ടോ, അത് മിസ്റ്റേക്കാണ് കേട്ടോ, ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് പറഞ്ഞ് നമ്മൾ തിരുത്തണം. അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇൻഡയറക്റ്റ് ആ വ്യക്തി പറഞ്ഞ വാക്കുകളോ ഒന്നും നമ്മൾ എടുത്ത് വളച്ചൊടിക്കാതെ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ അഥവാ നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ദിവസങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥിക്കണം. കാര്യം നിങ്ങളുടെ സഹോദരനാണ്, യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ആമേൻ. അപ്പോൾ നിങ്ങൾ നോക്കി, കൊരിന്ത്യ പട്ടണത്തിൽ അങ്ങനെ ഒത്തിരി അബദ്ധങ്ങൾ പലർക്കും പറ്റിയപ്പോൾ പൗലോസ് ഒരാളുടെ പോലും പേരെടുത്ത് പറയുന്നില്ല, ഒരാളുടെ പോലും പേര് മെൻഷൻ ചെയ്യുന്നില്ല. പൗലോസ് ഇന്നയാളെന്ന് പറയുന്നില്ല, ഇന്ന വിവരം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പൗലോസിനെ എല്ലാം അറിയാം. എന്തിനാന്ന് വെച്ചാൽ അവന് മാനസാന്തരപ്പെടാൻ ദൈവം ഒരു അവസരം കൊടുക്കുകയാണ് അപ്പോസ്തലന്മാർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പിശാചിൻ്റെ ഒരു ലക്ഷ്യമെന്ന് വെച്ചാൽ 2 കാര്യമാണ്. ഒന്ന്, കോൺഫിഡൻസുകളെ നശിപ്പിക്കുക. കൃപാവര ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും ആവശ്യമായത് കോൺഫിഡൻസ് ആണ്. ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് വിശ്വാസത്താലാണ്. ഇപ്പം നമുക്ക് ഒരു രോഗിയെ ഒരു ഡോക്ടർ ചികിത്സിക്കുമ്പോൾ ഡോക്ടർക്ക് ആ രോഗം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ടോ ബ്ലഡ് റിപ്പോർട്ടോ കയ്യിലുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ്റെ അകത്ത് ആ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ മരുന്നിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുള്ളത്, എന്തൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അതിൻ്റെ ലേബലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി ഇവർക്കൊരു അവയർനെസ് ഉണ്ട്. അപ്പോൾ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടർ വെറുതെ വിശ്വാസത്തിൽ ഉപയോഗിക്കുകയല്ല, അതിനെപ്പറ്റി നന്നായിട്ടൊരു പഠനം നടത്തിയതിന് ശേഷം പഠിച്ച് അറിവ് ലഭിച്ച്, അതുമാത്രമല്ല ആ മരുന്നിൻ്റെ ലേബലിൽ എന്തുണ്ട്, ഇതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇത് ഇന്നതിനുള്ള മരുന്നാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ തലവേദനയ്ക്ക് ചെല്ലുമ്പോൾ ക്യാൻസറിൻ്റെ മരുന്നെടുത്ത് ഡോക്ടർ എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി നല്ലൊരു അറിവുണ്ട്, അതിനെപ്പറ്റി ഒരു പഠനമുണ്ട്, അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമുണ്ട്. എല്ലാറ്റിലും ഉപരിയാണ് അവരത് വിശ്വസിക്കുന്നത്. അപ്പോൾ വിശ്വാസം അതിനൊരു കാരണമൊന്നുമല്ല. നിങ്ങളിപ്പോൾ ഒരു മരുന്ന് മേടിച്ച് കഴിക്കുന്നത് യഥാർത്ഥത്തിൽ ഡോക്ടർ പഠിച്ചയാളാന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് നമ്മളൊരിക്കലും എന്ത് ചെയ്യത്തില്ല, വഴിയെ പോകുന്ന ഒരാൾ തരുന്ന ഒരു മെഡിസിൻ എടുത്ത് നമ്മൾ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ പഠനത്തിൽ നമുക്കൊരറിവ്, ആ വ്യക്തിക്ക് അറിവുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു വിശ്വാസം ഉണ്ടെങ്കിലും ആ വിശ്വാസം യഥാർത്ഥത്തിൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമുള്ള വിശ്വാസമല്ല, പകരം അദ്ദേഹത്തിൻ്റെ പഠിപ്പും കഴിവും പ്രാപ്തിയും അറിവും എല്ലാത്തിലുമുള്ള ആകെയുള്ള വിശ്വാസമാണ്. എന്നാൽ നമ്മൾ വന്നേക്കുന്ന ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആകെയുള്ള പ്രൂഫ്, തെളിവെന്ന് പറഞ്ഞാൽ ബൈബിളാണ്. ഇതിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രത്യേകിച്ച് ഒരു സാധ്യതകളും കാണത്തില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലേക്ക് ഉണ്ടാകുന്നൊരു വേട്ടയാടലാണ്. ഒന്ന്, നമ്മൾ മറ്റുള്ളവർ ഈ വ്യക്തി സൗഖ്യമായില്ലെങ്കിൽ നാണക്കേട്, ഇങ്ങനെയുള്ള ചില ചിന്തകളാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമോ എന്നൊരു ചിന്ത. ഈ ചിന്തകളെല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നല്ല. ഓർത്തോണം, ഈ ചിന്തകളെല്ലാം വരുന്നത് എൻ്റെ ബുദ്ധിയിൽ നിന്നാണ്. കാര്യം ബുദ്ധിക്ക്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, നമ്മുടെ ബുദ്ധിക്ക് പല കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയത്തില്ല. ബുദ്ധിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ, ഇന്നലെയല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന പോലെ, യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട് അല്ലേ. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കർത്താവ് പോഷിപ്പിച്ചു. നമുക്കിത് കേൾക്കുമ്പോൾ കയ്യടിയും സ്വോത്രവും ആമേനൊക്കെ വരും. നിങ്ങളൊരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കും. നമ്മുടെ വീടിൻ്റെ അകത്തൊരു ദോശ നമുക്ക് കഴിക്കണമെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, ആ ദോശ നിങ്ങളുടെ പാത്രത്തിലേക്ക് എത്തണമെങ്കിൽ എത്രത്തോളം പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന
ഒരു കൃഷിക്കാരൻ വിത്ത് മേടിച്ച് കളം ഒരുക്കി വിത്ത് എറിഞ്ഞ് നനച്ച് കിളിപ്പിച്ച് കൊയ്ത് കളപ്പുരയിൽ വെച്ച് പൊടിപ്പിച്ച് അത് പാക്ക് ചെയ്ത് അത് നമ്മളിലേക്ക് എത്തുന്ന വലിയൊരു പ്രോസസ്സിങ്ങാണ്. അതിന് ഒറ്റ ദിവസം കൊണ്ട് നടക്കത്തില്ല, മണിക്കൂർ കൊണ്ട് നടക്കത്തില്ല, ദിവസം കൊണ്ട് നടക്കത്തില്ല, മാസങ്ങൾ വേണ്ടി വരും. കർത്താവ് അത് ഒറ്റ നിമിഷം കൊണ്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ എത്ര നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, എത്ര ഒന്ന് ചിന്തിച്ചൊന്ന് ഉത്തരം കണ്ടെത്തി നോക്കി, എങ്ങനെ യേശു അത് കറക്റ്റായിട്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഇരുന്ന് നിങ്ങൾ തലകുത്തി ഇരുന്ന് ആലോചിച്ചാലും അതിൻ്റെ ഉത്തരം കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ബുദ്ധിയുള്ള നിങ്ങളാണ്, ഇതേ ബ്രെയിനുള്ള ഇതേ ആശയചിന്തകളുള്ള നിങ്ങളാണ് വചനത്തെ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ അകത്ത് എപ്പോഴും ഒരു മൽപ്പിടുത്തങ്ങളുണ്ടാകും, നമ്മുടെ അകത്ത് എപ്പോഴും സംശയ വിചാരങ്ങൾ, ആകുലതകൾ എപ്പോഴും ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ആത്മാവിനാലുള്ള വിശ്വാസം എന്ന വരം തന്നിരിക്കുന്നത്. വിശ്വാസം എന്ന വരം തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു പ്രതീക്ഷയുണ്ടാകുന്നത്, നിങ്ങളുടെ അകത്ത് എന്തുണ്ടാകുന്നത്? കർത്താവിലുള്ള ഉറപ്പും ധൈര്യവും ഉണ്ടാകുന്നത്. ഞാൻ പറയാം, നിങ്ങൾ കർത്താവിൻ്റെ വചനം കേട്ടിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് പോകുന്നതും എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നതും ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കേൾക്കുന്നത് വിശ്വാസം തരുന്ന വചനങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കണം. ഒത്തിരി വചനങ്ങൾ കേൾക്കുന്ന ആൾക്കാരകത്ത് ശ്രദ്ധിച്ചാൽ, ഒത്തിരി വചനം ഉദ്ദേശിക്കുന്ന ഒത്തിരി ആശയങ്ങൾ കേൾക്കുന്നവർക്കകത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അവർ ഒത്തിരി സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകും, ഒത്തിരി സ്ഥലങ്ങളിൽ അവർ ഒത്തിരി പല എന്നോട് പറയുമ്പോൾ ഞാൻ നേരമുള്ളപ്പോൾ ഒത്തിരി ബ്രദർമാരുടെ ഇരുന്നുകൊണ്ട് വചനം കേൾക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കൊരു വിഷയം വരുമ്പോൾ തളർന്നു പോകുന്നതിൻ്റെ കാരണം നിങ്ങളുടെ അകത്ത് വിശ്വാസം പ്രവർത്തിക്കുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. കൺഫ്യൂഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബുദ്ധി കൂടുതൽ പ്രവർത്തിക്കുകയും നമ്മളിൽ ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസം അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും? പൊങ്ങി വരാതെ നിങ്ങളുടെ ബുദ്ധി അവിടെ പ്രവർത്തിക്കുമ്പോൾ ആകുല ഭാര ചിന്തകൾ, ഞാൻ പറഞ്ഞല്ലോ ആലോചനയാണ് നമുക്ക് ഭാരം തരുന്നത്. ചിലർ കണ്ടിട്ടില്ല, ഒന്നും അറിയാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ വലിയൊരു പ്രശ്നത്തിലിരിക്കുക, ഒരു ക്ലോറോഫോം കൊണ്ട് നിങ്ങളൊന്ന് മണപ്പിച്ച് ബോധം കെടുത്തിയാൽ നിങ്ങൾ വളരെ കൂളായിട്ട് കിടന്നുറങ്ങും. അപ്പം നിങ്ങൾ ക്ലോറോഫോം മണത്തിട്ടില്ല, നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല, മയങ്ങിയിട്ടില്ല എന്നറിയാത്ത ഒരാൾ നോക്കുമ്പോൾ ഇത്രയും പ്രശ്നമുള്ളപ്പോൾ എങ്ങനെയാണ് ഈ പുള്ളി കിടന്ന് ഉറങ്ങുന്നത്? എങ്ങനെ ഉറങ്ങാൻ പറ്റി? ആ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, പിന്നെ എങ്ങനെ ഉറങ്ങാൻ പറ്റി? അപ്പം അയാൾ അറിഞ്ഞില്ല നിങ്ങൾ എന്ത് ചെയ്താണ്, ക്ലോറോഫോം മണത്തെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലോറോഫോമിൻ്റെ ആ ഒരു പവറിൽ എന്ത് ചെയ്തു? നിങ്ങൾ മതിമറന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരു വ്യക്തി പ്രശ്നങ്ങളുടെ നടുവിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസത്തിൻ്റെ വരം നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ വരമുള്ള വ്യക്തിക്ക് എന്ത് സംഭവിക്കുമെന്നറിയാവോ? പ്രത്യാശ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ആയുധം വർക്കാവും. എൻ്റെ അർത്ഥം, ഇന്നത്തെ എൻ്റെ മുഴുവൻ സാഹചര്യങ്ങളെയും നാളെ എൻ്റെ അത്ഭുതങ്ങളായി തീരുമെന്ന് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഉറപ്പാണ് വിശ്വാസത്തിൻ്റെ വരം. ആമേൻ. ആ വരം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലഭിച്ചവരല്ല, അത് പ്രവർത്തിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ടെൻഷൻ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രശ്നമില്ലെന്നല്ല, ആകുലത ഇല്ലെന്നല്ല പറഞ്ഞത്, അതിൻ്റെ നടുവിലും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ആമേൻ. ഇനി അപ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ കളയുക എന്നൊരു ലക്ഷ്യമാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം വിവേചിക്കുക. ആ വിമർശനത്തിൽ ഒരു വ്യക്തിയുടെ പേരോ ആ സാഹചര്യങ്ങളോ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള വിമർശനങ്ങളല്ല. അപ്പം ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഒഴിയുക എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ ഒരിക്കലും ഇതെല്ലാം പ്രവർത്തിക്കുന്നത് പരിശുദ്ധ ആത്മാവിൻ്റെ കൂടെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദുഃഖിപ്പിക്കുന്നതൊന്നും നിങ്ങൾ കൈവെക്കാൻ പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ തലയിടാൻ വേണ്ടി പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകരുത്. ഞാൻ ഈ കൃപാവരങ്ങളിൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, എൻ്റെ ഇഷ്ടമല്ല. ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നു, അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, അരേ ആത്മാവിനാൽ വീര്യപ്രവൃത്തിയുടെ വരം, മറ്റൊരാത്മാവിന് പ്രവചന വരം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നേരെ ഞാൻ ഇന്ന് പ്രവചന വരത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്. പ്രവചന വരം ഇത് പ്രധാനപ്പെട്ട വരമാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രവചന വരവും നമ്മൾ ആദ്യം വായിച്ച ജ്ഞാനത്തിൻ്റെ വചനവും, അതായത് വേർഡ് ഓഫ് വിസ്ഡവും വേർഡ് ഓഫ് നോളജും രണ്ടും രണ്ടാണ്. വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭൂതകാലങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു വരമാണ് വേർഡ് ഓഫ് വിസ്ഡം. അതിൻ്റെ സാക്ഷ്യങ്ങൾ പലപ്പോഴും നമ്മളിടയിൽ നടക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും വേർഡ് ഓഫ് വിസ്ഡമാണ് നമ്മൾ കാണുന്നത്. പല ആളുകളുടെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേർഡ് ഓഫ് വിസ്ഡം വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു കാര്യം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണാതെ പോയ ഒരു കാര്യത്തെ
വേർഡ് ഓഫ് വിസ്ഡം ഉപയോഗിച്ച് കണ്ടെത്തുവാൻ ദൈവകൃപയാൽ എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു തന്നെ, സാക്ഷ്യം പലതവണ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എന്ത് പെട്ടെന്ന് വലുതായിട്ട് അങ്ങ് പറയുന്നില്ല. ഒരു വ്യക്തിയുടെ വീടിൻ്റെ അകത്ത് കാണാതെ പോയ ഒരു കാര്യം പെട്ടെന്ന് അവർ വളരെ നെർവസ് ആയിട്ട് എന്നെ വിളിക്കാൻ ഇടയായി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കും. നിങ്ങൾ നാളെ മുതൽ എല്ലാവരും എന്നെ വിളിക്കണമെന്നൊരു ആശയമല്ല, എൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നതല്ല. ചിലപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ, അല്ലാതെ ദൈവത്തിൻ്റെ ഓരോ പ്ലാനുകളാണിത്. ദൈവം ആഗ്രഹിക്കുന്ന പോലെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്നെ വിളിക്കാൻ ഇടയാത്തുണ്ട്, ബ്രദർ ഇന്നപോലെ വലിയ വിഷയമാണ്, അത് നഷ്ടപ്പെട്ടു പോയി, പക്ഷേ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു സ്ട്രഗിളിൽ നിൽക്കുന്ന ഒരവസ്ഥ, വല്ലാതെ നെർവസ് ആയിട്ടാണ് സഹോദരി വിളിക്കുന്നത്. 6 വർഷം മുമ്പാണ്. അപ്പോൾ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവെ സഹായിക്കണം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ വെളിപ്പെടുത്തിയ സമയത്ത് ആ സഹോദരി പറഞ്ഞു, ബ്രദർ അതൊരിക്കലും ആ സഹോദരി അത് എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും എനിക്ക് ആ വ്യക്തിയെ അറിയത്തില്ല. ഈ വിളിച്ച ആളെ എനിക്കറിയാം, പക്ഷേ ഈ വിളിച്ച ആളുടെ വീട്ടിൽ വന്ന ഈ വ്യക്തി അറിയത്തില്ല. പക്ഷേ അടയാളങ്ങൾ കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ബ്രദറെ ആ വ്യക്തി ഒരിക്കലും അത് ചെയ്യത്തില്ല. പക്ഷേ എനിക്കത് ചെയ്യത്തില്ലെന്നല്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഞാൻ എങ്ങനെയാണ് പുള്ളിക്കാരോട് പോയി ചോദിക്കുന്നത്? അത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി അത് ചിലപ്പം ഇനി പുള്ളിക്കാരിക്ക് ചിലപ്പോൾ ആവശ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒക്കെ പുള്ളിക്കാരി എടുത്തതായിരിക്കാം, എന്നാലും മോഷണമാണ് കൊണ്ട് പറയാം. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച കർത്താവ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കർത്താവ് സഹായിക്കണം. അവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച കർത്താവ് അങ്ങയുടെ ദൂതനെ അയച്ച് ഞങ്ങൾക്കത് വേണം. അപ്പോൾ ആ വീട് മൊത്തം അരിച്ചു പെറുക്കിയിട്ട് തപ്പാത്തൊരു സാധനമാണ്, ആ വീട് മൊത്തം തപ്പിയിട്ടും കിട്ടാത്തൊരു സാധനമാണ്. അതിന് ശേഷം അവർ വീണ്ടും വെറുതെ ചുമ്മാ തുറന്നപ്പം കറക്റ്റായിട്ട് ആരോ കൊണ്ട് വെച്ചതുപോലെ അതേ സാധനം, അതേ തുകയുള്ള ബാഗ് അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ വീട് മൊത്തം ഇളക്കി മറിച്ച് അലമാരി മൊത്തം തകർത്ത് വാരി തപ്പിയിട്ട് കിട്ടാത്തത് ചുമ്മാ തുറന്നപ്പോൾ അവിടെ ആരോ കൊണ്ട് വെച്ച പോലെ ഇരിക്കുന്നു. അപ്പോൾ അതെങ്ങനെ നടന്നു കഴിഞ്ഞൊരു കാര്യത്തെ അത് വെളിപ്പെട്ടത് വേർഡ് ഓഫ് വിസ്ഡം എന്ന കൃപാവരത്തിലൂടെയാണ്. അതിൻ്റെ സാക്ഷ്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, എനിക്കൊന്ന് ആ വ്യക്തി പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ആ കാര്യം, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തനിയാവർത്തനമായിട്ട് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടത് നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ആ സഹോദരിയുടെ വിഷമം എന്ത് ചെയ്യാൻ പറ്റി? കർത്താവ് സഹായിച്ചില്ലേ? ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്തു? ദൈവം അവിടെ സഹായിച്ചു. ഇനി പ്രവചന വരം വളരെ പ്രധാനപ്പെട്ട വരമാണ്. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളിൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളിലൂടെയും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പണ്ടൊരു സഹോദരി പറഞ്ഞു, ബ്രദറെ ഞാനൊരു കാഴ്ച കണ്ടു, ആ സഹോദരി ഇന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അയൽപക്കത്തെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരനായൊരു പയ്യൻ, അവരുടെ തൊട്ടപ്പുറത്തൊരു പയ്യൻ, അവൻ ഇന്ന കളറിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എൻ്റെ മുമ്പിൽ വീടിൻ്റെ വാതിക്കെ നിൽക്കുന്ന ഒരു സ്വപ്നം പോലെ ഞാൻ കണ്ടു. അത് ഞാനങ്ങ് വിട്ടു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അതേ വസ്ത്രം ഇട്ടുകൊണ്ട് ആ മകൻ അവിടെ വന്നത് എനിക്ക് കാണാൻ ഇടയായി തീർന്നു പറയേണ്ടത്. അങ്ങനെ പറഞ്ഞ ആ സഹോദരി ഇന്ന് പ്രാർത്ഥനയിലുണ്ടോ? അതൊരു സാക്ഷിയോട് പറഞ്ഞായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഈ ദർശനങ്ങളെപ്പറ്റി ഒരു ക്ലാസ് എടുത്ത സമയത്താണ് ഈ ഒരു എക്സ്പീരിയൻസുകളെ ഷെയർ ചെയ്തത്. ആ സഹോദരി ഇന്ന് പ്രാർത്ഥനയിലുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. സഹോദരി ഇന്ന് ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിന് ശേഷം എപ്പോഴെങ്കിലും പറഞ്ഞാലും മതി. നിങ്ങൾ കേട്ടതായതുകൊണ്ട് ഞാനതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രവചനവരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം ഇടപെടുന്നതാണ്. നമ്മുടെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാൻ വേണ്ടി പോകും, ഫ്യൂച്ചറിൽ. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഒരു സഹോദരി പറഞ്ഞു, ജോർജ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ 2 തലമുറയുള്ള വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് തൊടാൻ പോകുന്നു, വലിയൊരു അനുഗ്രഹത്തെ കർത്താവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 2020 അവരൊരു സ്ഥലം മേടിച്ചൊരു ബിൽഡിംഗ് പണിതിട്ട് ഒരാൾ പോലും വരാതെ ബ്ലോക്കായി കിടന്നു. 4 വർഷമായിട്ട് അവർ പ്രാർത്ഥിച്ചു മടുത്തു, അത് ബ്ലോക്കായി കിടക്കുമായിരുന്നു. പക്ഷേ ദൈവാത്മാവ് വിഷയത്തെ അറിഞ്ഞു, അത് വെളിപ്പെടുത്തിയിട്ട് വലിയൊരു നന്മ തുറക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ആ തടസ്സങ്ങളെ ദൈവം മാറ്റാൻ പോവാന്ന് പറഞ്ഞു. എത്ര പേര് നല്ല സാക്ഷ്യം കേട്ടായിരുന്നു? ആ സഹോദരി പറഞ്ഞ സാക്ഷ്യം എത്ര പേര് കേട്ടായിരുന്നു? ആമേൻ, ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചോണം, അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. സഹോദരൻ കേട്ടില്ലെങ്കിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഇന്നലത്തെ മീറ്റിംഗ് നോക്കിയാൽ മതി. ആ പറഞ്ഞ ആളിൻ്റെ അകത്തുണ്ടോ? ഇപ്പം ചോദിച്ചേക്കാം, പറഞ്ഞ ആളിൻ്റെ അകത്തുണ്ടോ? അപ്പോൾ ആ സഹോദരി ഇവിടെ 4 വർഷമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ബ്ലോക്കായി കിടന്നത് എന്ത് ചെയ്തു? കർത്താവ് തുറക്കാൻ ഇടയായി തീർന്നു. 10 ലക്ഷം രൂപ എന്തോ ഡിപ്പോസിറ്റ് കൊടുത്ത് 50,000 രൂപയുടെ ഇതിൽ അത് പോകാൻ ഇടയായി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക കുരുക്കായി കിടന്നത് എന്ത് ചെയ്തു? ആ ഒരു തടസ്സം മാറ്റി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ ദൈവം വെളിപ്പെടുത്തി. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ കൃപാവരങ്ങളിലൂടെ നിങ്ങൾ ഉപയോഗിക്കപ്പെടുമ്പോൾ, അടുത്ത വാക്യത്തിൽ നമുക്കൊന്ന് പെട്ടെന്ന് ഞാൻ ആ വാക്യത്തിലേക്കൊന്ന് വരാം. ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അകത്ത് ശമൂവേൽ പ്രവാചകനെ പറ്റി പറയുന്നു. ശമൂവേൽ ഒരു ബാലൻ
ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ കാണാൻ വഴിയാതെ വണ്ണം അവൻ്റെ കണ്ണും മങ്ങിത്തുടങ്ങി. ശമൂവേൽ ദൈവത്തിൻ്റെ ഒരു പെട്ടകം ഇരിക്കുന്നതും യഹോവയുടെ മന്ദിരത്തിങ്കിൽ വിളക്ക് കൊളുത്തുന്നതും മുമ്പേ ചെന്നു. യഹോവ ശമൂവേലിൻ്റെ അടുക്ക വിളിച്ച് അടിയൻ എന്ന് വിളി കേട്ടു. ഏലിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേലേ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന് അടിയൻ ഇതാ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടില്ല മകനെ, പോയി കിടന്നോളുക എന്ന്. അതായത് പുരോഹിതനാണ് ഏലി എന്നുള്ളത്. ശമൂവേലേ അന്ന് വരെ യഹോവയെ അറിഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോണം, ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞിട്ടില്ല. യഹോവയുടെ വചനം അന്ന് വരെ അവന് വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു അടിയൻ ഇതാ എന്ന് വിളിച്ചു പറഞ്ഞു. യഹോവയായിരുന്നു ബാലനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട് പോയി കിടന്നുറങ്ങുകൊള്ളുക, ഇനി നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു എന്ന് കൊള്ളാമായിരുന്നു. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. അപ്പോൾ യഹോവ അവൻ നിന്നും മുമ്പിലെത്തതുപോലെ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ ഇതാ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്ത്, ഇതാ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും. ശ്രദ്ധിച്ചോണം, ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും. അപ്പം നടന്നിട്ടില്ല കാര്യമേ. നിങ്ങൾ ഈ വചനം നോക്കി, ഒരു കാര്യം ഞാൻ ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നതൊക്കെ ഞാൻ അവൻ്റെ മേൽ അത്യന്തം നിവർത്തിക്കുകയും ചെയ്യും. അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്നതും അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്താതെ കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവിടെ കൽപ്പിക്കുന്നു. ഏലിയുടെ ഭവനത്തിൻ്റെ അകൃത്യത്തിൽ യാഗത്തിലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വൈകിയില്ലെന്ന് ഏലിയുടെ ഭവനത്തോട് ഞാൻ സത്യം ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിക്കൽ തുറന്നു. എന്നാൽ ദർശനം ഏലിയെ അറിയിപ്പാൻ ശമൂവേൽ ശങ്കിച്ചു. ശമൂവേൽ മകനെ എന്ന് പറഞ്ഞ് അടിയൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കുണ്ടായ അരുളിപ്പാട് എന്ത് എന്ന് ഒന്നും മറച്ചു വെക്കരുത്. എന്നോട് അരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചു വെച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണം അധികം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ സകലതും അറിയിച്ചു, ഒന്നും മറച്ചിട്ടില്ല. എന്നാൽ അവൻ യഹോവയല്ലോ, തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ശമൂവേൽ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകൻ്റെ കുഞ്ഞുനാളിലെ അനുഭവം പറയുകയാണ്. ദൈവം ശമൂവേലിനെ വിളിക്കുന്നു. നിങ്ങൾ കേട്ടോണം, ദൈവം ശമൂവേലിനെ വിളിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ശബ്ദം പോലെയാണ് ശമൂവേലിന് തോന്നിയത്. അതുകൊണ്ടാണ് ഏലി എന്ന് പറയുന്ന പുരോഹിതനെടുക്ക ചെന്ന് ചോദിച്ചു, നീ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ വിളിക്കുന്നത് പോലെ ദൈവം വിളിക്കും. ഇദ്ദേഹം 2 പ്രാവശ്യം 3 പ്രാവശ്യം അവിടെ ചെന്നു, നീ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം 3-ാം പ്രാവശ്യം ഏലി എന്ന പുരോഹിതന് മനസ്സിലായി ഇത് ദൈവം അവനോട് സംസാരിക്കുന്നതാണ്. പുള്ളി വിളിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ്. ഉടനെ പറഞ്ഞു, നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ ഇസ്രായേലിന് വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ അറിയിക്കുക. അതായത് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നില്ല, എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ നടന്നതുപോലെ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ല? ഈ സംശയം ആർക്കെങ്കിലും ഉണ്ടോ? കൺഫ്യൂഷൻ ആയിരിക്കും ചോദ്യം അല്ലേ? എനിക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറയണം. സംശയം ഉണ്ടെന്ന് വേണം. എനിക്ക് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മിണ്ടായിരിക്കുക. ഓക്കെ, കേട്ടവർ മാത്രം റെസ്പോണ്ട് ചെയ്യുക. സംശയം ഉണ്ടെന്ന് പറയുക. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ഉള്ളിൽ പലപ്പോഴും അവിടെ എന്തുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുന്നില്ല? ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, നമ്മൾ കർത്താവിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അകത്തെ കാര്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ശമൂവേൽ വിളിച്ച സമയത്ത് ശമൂവേൽ ഓർത്തത് എന്നെ വിളിക്കുന്നത് ഏലി പുരോഹിതനാണെന്ന് വിചാരിച്ചു. പുരോഹിതനൊക്കെ ചെന്ന് 3 പ്രാവശ്യം ചെന്നു. ദൈവം നമ്മളെ പലപ്പോഴും ഇടപെടുന്നുണ്ട്, ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസുകളില്ല. അതായത് ഇപ്പോൾ ശമൂവേലിനെ പറ്റി പറയുന്നു, അവന് മുമ്പ് ഇന്ന് വരെ അവൻ ദർശനം കണ്ടിട്ടില്ല, യഹോവയുടെ വചനം അവൻ അറിയത്തില്ല, യഹോവയെ പറ്റി വലിയ അറിവില്ല. ഇതൊരു അജ്ഞതയാണ്. ഈ അജ്ഞത കൊണ്ടിട്ട് അദ്ദേഹത്തിന് എങ്ങനെ ദൈവം, അപ്പോൾ നമ്മുടെ ചിന്തയിൽ, ഇപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ ദൈവം സംസാരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ പല കാഴ്ചപ്പാടില്ലേ, ദൈവം എങ്ങനെ സംസാരിക്കും?
നമുക്ക് കുറേ സംശയം വന്നു, ദൈവം എങ്ങനെയായിരിക്കും മിണ്ടുന്നത്, ദൈവം ഏത് ഭാഷയായിരിക്കും ഉപയോഗിക്കുന്നത്, നമുക്ക് പണ്ട് മുതലേ സംശയമല്ലേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിൽ വേണമെങ്കിലും ഇടപെടും. നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ദൈവം സംസാരിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങളോടെ നമുക്ക് പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ സംശയം തീർത്ത് പറയാം. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു തടസ്സവുമില്ല. അത്രത്തോളം ശക്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പവർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കർത്താവിൻ്റെ ക്രൂശിലായി. അതുകൊണ്ടാണ് എപ്പോഴും ബൈബിൾ യേശു ക്രിസ്തുവിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കുവാൻ ശക്തിയുള്ളതാണ് കർത്താവിൻ്റെ ക്രൂശ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ബൈബിൾ പറയുന്നു, ശത്രുക്കളായിരുന്ന നിങ്ങളെ ക്രിസ്തു യേശുവിൻ്റെ മരണത്താൽ ദൈവം നിരപ്പിച്ചു. അതായത് ദൈവവും നിങ്ങളും തമ്മിൽ ഏദേൻ തോട്ടത്തിൽ, നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ ഏദേൻ തോട്ടത്തിൽ പാപനിമിത്തം അകന്നു പോയതിനെ വലിച്ചടിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്. കർത്താവിനെ ഉയർത്തും തോറും നിങ്ങൾ ദൈവവുമായിട്ട് കൂടുതൽ അടുത്തോണ്ടേയിരിക്കും. അപ്പോൾ ഇനി ഒരു ഡൗട്ടും വേണ്ട, കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഇനി ദൈവശബ്ദം കേൾക്കുവാൻ തടസ്സങ്ങൾ ഇല്ല. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥനകളില്ല. അതിനുവേണ്ടി പ്രത്യേകം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ദാനങ്ങളിലൂടെ, കൃപാദാനങ്ങളിലൂടെ നമുക്ക് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട വരങ്ങളിലൊന്നാണ് പ്രവചന വരം. ആമേൻ. അപ്പോൾ പ്രവചന വരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. നിങ്ങളപ്പം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് വരുന്ന സമയത്ത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, ബൈബിളിൽ ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ, ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2012 മുതൽ കർത്താവിൻ്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കാമെന്ന് പറയും. അതിന് മുമ്പ് വരെ എനിക്ക് ബൈബിൾ പഠനം, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നല്ലാതെ ബൈബിളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. പ്രത്യേകിച്ച് അതിനുള്ള എന്താ പറയുന്നത്, മറ്റു കാര്യങ്ങളും എനിക്കില്ല. അപ്പോൾ 12 മുതലാണ് ദൈവത്തിൻ്റെ ഒരു കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതിന് ശേഷമാണ് എനിക്ക് കാഴ്ചകൾ കാണാനും ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുവാനും ഒരു കൃപ ലഭിച്ചത്. അതിലും ഞാൻ പറയുന്നു, അതിലും ഞാൻ ഓരോ വർഷവും ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇവിടെ ബൈബിളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശമൂവേലിനെ കൊണ്ടുവന്ന് ഹന്ന എന്ന് പറയുന്ന തൻ്റെ അമ്മ ഹന്ന എന്ത് ചെയ്തിരിക്കുകയാണ്, ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അതായത് 24 മണിക്കൂറും ശമൂവേൽ നിൽക്കുന്നത് സ്കൂളിലല്ല, നമ്മളെ കവലയിലല്ല, ജോലി സ്ഥലത്തല്ല. ഇദ്ദേഹം നിൽക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ആലയത്തിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് മൈൻഡ് സെറ്റപ്പും താൻ ആരാണ്, താൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സമർപ്പിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുന്ന വ്യക്തിക്ക് 24 മണിക്കൂർ ഒരു കോൺഷ്യസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ജോലി സ്ഥലത്തിരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ആത്മീയ മനോഭാവത്തിലിരിക്കാൻ പറ്റത്തില്ല. ജോലി തിരക്കുകളുണ്ട്, അവിടെ വരുമ്പം പലവിധമാകുന്ന ആൾക്കാർ സംസാരിക്കും, പല കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അതിനിടയ്ക്ക് ചിലർ സിനിമാ പാട്ട് ഒളുത്തി വെച്ചെന്നിരിക്കും, ചില ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് കലവില വിഷയങ്ങൾ സംസാരിക്കും, ചീത്തവാക്കുകൾ പറയും. ഇതിൻ്റെ എല്ലാം നടുക്കാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ശമൂവേൽ അങ്ങനെയല്ല. ശമൂവേൽ 24 മണിക്കൂറും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്തായിരിക്കുന്നത്. അയാളെ ശല്യപ്പെടുത്താൻ അവിടെ ആരുമില്ല. അയാളുടെ അവിടെ വന്നുകൊണ്ട് ചീത്തവാക്കുകൾ പറയാനോ സിനിമാ പാട്ട് വെക്കാനോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനോ ആരുമില്ല. കംപ്ലീറ്റ് സമയവും അദ്ദേഹം ദൈവത്തിൻ്റെ ആലയത്തിൽ അവൈലബിളാണ്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേഗത്തിൽ ഇദ്ദേഹത്തിന് സെൻസ് ചെയ്യാൻ പറ്റും ദൈവശബ്ദം. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ പല വിഷയങ്ങളിൽ നമ്മളിങ്ങനെ ഒഴുകി പോകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്കത് തോന്നലുകളായിട്ടും ചിലപ്പോൾ ഒരു ചിന്തയായിട്ടും നമുക്ക് പലതും മനസ്സിലാകാതെ പോകുന്നു. കാര്യം നമ്മൾ അവൈലബിൾ അല്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങൾ സമയങ്ങൾ വേർതിരിക്കണം. നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും മുടങ്ങാതെ പല തിരക്കുണ്ടായിട്ടും ക്ഷീണമുണ്ടായിട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടും നിങ്ങൾ കിടന്നുറങ്ങേണ്ട സമയത്ത് മാറ്റിവെക്കുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടായിത്തീരും. എനിക്കറിയാം, പലരും ഡ്യൂട്ടിക്കിടയ്ക്ക് ഇത് വെച്ച് കേൾക്കുന്നവരുണ്ട്, കാറിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വളരെ ദൂരം യാത്ര ചെയ്ത് കേൾക്കുന്നവരുണ്ട്, വീടിൻ്റെ അകത്ത് ഒളിച്ചു ബാത്തുമൊക്കെ ഇരുന്ന് കേൾക്കുന്നവരുണ്ട്. അപ്പം നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നു, നിങ്ങൾ ചിന്തിക്കരുത് ദൈവം ഇത് കാണുന്നില്ല, നിങ്ങൾക്ക് എല്ലാം പ്രതിഫലമുണ്ട്. കാര്യം നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ സമയത്തെ കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് മൂലം എന്ത് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ട വ്യക്തിക്ക് ഈ 9 കൃപാവരങ്ങൾ നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് രോഗശാന്തി വരത്തെപ്പറ്റി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് രോഗസൗഖ്യം നടക്കുന്നത് കാണാൻ പറ്റിയത്? ആണോ അല്ലയോ? അതെ.
അതെ. പ്രാർത്ഥിച്ചപ്പോഴാണ് കിട്ടിയത്. അതേപോലെ തന്നെ എല്ലാ കൃപാവരവും പ്രവർത്തിക്കുന്നത് മറ്റൊരു വ്യക്തിയിലാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. മറ്റൊരു വ്യക്തിയിൽ നിങ്ങൾ എത്രത്തോളം ഇത് ഉപയോഗിക്കുമോ അത്രത്തോളം നിങ്ങൾ എന്തുണ്ടാവും, ഇതിൻ്റെ അകത്ത് നിങ്ങൾ വർദ്ധിച്ചു വരും. ഇപ്പം ഞാൻ പറയാം, എൻ്റെ അകത്ത് ബ്രദറെ രോഗശാന്തി വരവൊന്നുമില്ല, ആദ്യം ഒരു 10 പേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഞാൻ ആദ്യം പ്രാർത്ഥിച്ച വ്യക്തിക്ക് ഒരു സൗഖ്യം നടന്നില്ല, അതിൻ്റെ ഒരു കാരണം ഉണ്ടാവും. ദൈവത്തോട് ചോദിക്കും, കർത്താവ് എന്തുകൊണ്ട് ആ വ്യക്തി സൗഖ്യമായില്ല, ചോദിക്കണം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ല, ചോദിക്കാൻ നമുക്ക് റൈറ്റ് ഉണ്ട് കേട്ടോ. ഉടനെ ബ്രദറിനെ വിളിച്ചിട്ട് ബ്രദറെ എന്തുകൊണ്ട് രോഗി സൗഖ്യമായില്ല, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക ആദ്യം. എന്നിട്ട് അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. അവിടെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കരുത്. അവിടെ നിങ്ങളുടെ ദൈവം സംസാരിക്കും, ആ സൗഖ്യമാകാത്തതിൻ്റെ വലിയൊരു കാരണമുണ്ട് കേട്ടോ, അത് നിങ്ങളോട് ചോദിക്കണം. ഇനി എന്നും പറഞ്ഞ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്, അടുത്തയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ 9 കൃപാവരത്തിൽ ഒരു കൃപാവരം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, രോഗശാന്തി വരം. ചില രോഗം സൗഖ്യമാകുന്നില്ലെങ്കിൽ കർത്താവെ ചോദിക്കണം, എന്തായിരിക്കും അത് സൗഖ്യമാകാത്തതിൻ്റെ കാരണം. അത് കാരണം നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ചോദിക്കാത്തതെന്നറിയാവോ? തിരിച്ച് നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടുമെന്ന് അറിയത്തില്ല. ആ ഉത്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നത് പ്രവചന വരത്തിലൂടെയാണ്. ശമൂലേ ശമൂലേ എന്ന് വിളിക്കുമ്പോൾ ശമൂലിനെ പറ്റി പറഞ്ഞ് ഇസ്രായേലിൻ്റെ പ്രവാചകനായിട്ടാണ് ശമൂലിനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് സൗഖ്യം നടക്കുന്നില്ല. എന്നിട്ട് നമ്മൾ നിർത്തരുത്, അവരെ എന്ത് ചെയ്യണം, പറയണം, രോഗശാന്തിയെപ്പറ്റി പറയണം. നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവം ചിലപ്പോൾ അതിൻ്റെ ചിലപ്പോൾ നല്ല കാരണം വെളിപ്പെടുത്തും. ശ്രദ്ധിക്കണം. അപ്പം ഓരോ കൃപാവരത്തിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. കർത്താവിനോട് ചോദിക്കണം. ഇപ്പം നിങ്ങൾ ഈ കൃപാവരം നിങ്ങളിലുണ്ട് എന്ന ഉറപ്പ് നിങ്ങൾക്ക് ആദ്യം വരണം. ഇത് കിട്ടാൻ വേണ്ടി പലരും പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇന്നേ വരെ കിട്ടിയ ചരിത്രമില്ല. കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ലഭിച്ചിട്ടുമില്ല. പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ് ഉപയോഗിച്ചവർക്ക് എന്തുകൊണ്ടെന്ന് ഇപ്പം ഞാൻ പറയും, എൻ്റെ ഉള്ളിൽ രോഗശാന്തി ഉണ്ട്, ഞാൻ ഒരു രോഗിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കത്തില്ല. പിന്നെ എങ്ങനെയൊക്കെ വരം എനിക്ക് ഓപ്പറേറ്റ് ആവും? അത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി എൻ്റെ അകത്ത് അടുത്ത ആ വാക്യം ഞാനൊന്ന് വരാൻ വേണ്ടി പോവാണ്. കൊരിന്ത്യർ ലേഖനത്തിലെ ആ വാക്യത്തിലേക്ക് വരികയാണ്. വീര്യപ്രവൃത്തികളുടെ വരം. മറ്റൊരുവന് വീര്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദ സ്പിരിറ്റ് ഓഫ് മിറക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് രോഗശാന്തി അല്ല, അത്ഭുതങ്ങൾ. അത് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ചിലർ പറയത്തില്ല, ബ്രദറെ അന്നത്തെ പ്രാർത്ഥനയിൽ എനിക്ക് വലിയൊരു അത്ഭുതം ഉണ്ടായി, വലിയൊരു അത്ഭുതമായിരുന്നു, അത്രയും തടസ്സമായി കടന്നൊരു വിഷയമായിരുന്നു, പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ ഒത്തിരി സാക്ഷ്യം നമ്മുടെ കിട്ടില്ലേ, പല കോടതി വിധികളും പല ഭയങ്കരമായിട്ടുള്ള അവസ്ഥ. അതൊക്കെ ചെറുതാണ് കേട്ടോ, അതൊന്നും വലുതല്ല, അതൊക്കെ ചെറിയ സാക്ഷ്യങ്ങളാണ്. ഒത്തിരി തകർച്ചയിലൂടെ കടന്നപ്പോൾ ചിലർ പറയത്തില്ല, ഈ ബ്രദറെ അത്ഭുതം നടന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അവിടെ രോഗശാന്തി അല്ല വെളിപ്പെട്ടത്, പ്രവൃത്തികളാണ്, വീര്യപ്രവൃത്തികൾ. അതൊക്കെ നമ്മൾ കേൾക്കുന്നത് ചെറുതാണ്, വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ കേൾക്കുന്നത് ചെറിയ സാക്ഷ്യമാണ്. ചെറുതെന്ന് ഞാൻ പറയാൻ കാര്യം, ബൈബിൾ പ്രകാരം അതെല്ലാം ചെറുതാണ്, നമുക്കത് വലുതാണ്. അപ്പോൾ ഇത് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തികൾക്ക് വേണ്ടി എപ്പോഴാണോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്, ആ സമയങ്ങളിൽ മാത്രമാണ് നിങ്ങളുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങണം. 2, നിങ്ങൾ മറ്റു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മേളിൽ ഈ കൃപാവരങ്ങൾ തുറക്കുന്നതും അനുഭവിക്കുന്നതും കാണാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? കൃപാവരങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു വ്യക്തി ആവശ്യമാണ്. ഇപ്പോൾ രോഗശാന്തി വരം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച ബ്രദറെ ഒത്തിരി പേര് സൗഖ്യം നടന്നു, അതിൻ്റെ കാര്യം എന്തുവാ? നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ഇനി പ്രവചനവരം എങ്ങനെയാണ്? ഇവിടെയാണ്. ഇതും കൂടെ പറഞ്ഞിട്ട് ഞാനിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അതിന് മുമ്പായിട്ട് ഞാൻ 1-2 കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന മീറ്റിങ്ങുകൾ, എറണാകുളത്ത് നടക്കുന്ന മീറ്റിംഗ് 20-ാം തീയതിയിലാണ്. അതിനുശേഷമുള്ള ഡേറ്റുകൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കൊല്ലത്ത് നടക്കുന്ന മീറ്റിങ്ങുകൾ 22, അതിനുശേഷം ലാസ്റ്റ് കോട്ടയം മീറ്റിംഗ് ആണ് 24. അപ്പോൾ ഈ 3 മീറ്റിങ്ങുകളിലും ഞാനിന്ന് കഴിഞ്ഞ സംസാരിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ എറണാകുളത്ത് നമ്മൾ ടൗണിൽ ഹോള് തപ്പുന്നുണ്ടെങ്കിലും, ചിലർ എന്നോട് ഇങ്ങനെ സൗരന്മാർ പറഞ്ഞു ടൗണിൽ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും, ബ്ലോക്കായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ടൗണിൻ്റെ പുറത്ത് തിരുപ്പൂണിത്തറയിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ കുറച്ചും കൂടെ ആൾക്കാർക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന, എന്നാൽ വലിയ ബ്ലോക്കിലും പെടാത്ത ഏതെങ്കിലും ഒരു പ്രദേശം അവിടെയുള്ളൊരു നമുക്കൊരു ഹോള് വേണം. അപ്പോൾ കഴിഞ്ഞ ദിവസം കൗണ്ട് ചെയ്തപ്പം എനിക്ക് തോന്നുന്നു 100-300ഓളം ആൾക്കാരിന് മേളിൽ കൗണ്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കൺഫേം നിങ്ങൾ ചെയ്യണം. ഡിസംബറിനുള്ളിൽ നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം ഹോള് ബുക്ക് ചെയ്യണം. വിളിക്കുന്നവർ ഞാൻ അടുത്ത ദിവസം മുതൽ അജാ സിസ്റ്ററുടെയോ അല്ലെങ്കിൽ ആ സഹോദരന്മാരുടെയൊക്കെ നമ്പറുകൾ ഞാനിത് വരുന്നതായിരിക്കും. നിങ്ങൾ ആ നമ്പറിൽ എന്ത് ചെയ്യണം, അതെല്ലാം നോട്ട് ചെയ്യണം, അത് വിളിച്ചറിയിക്കണം. പിന്നെ അത് മാത്രമല്ല, എറണാകുളത്തും കൊല്ലത്തും കോട്ടയത്തും ഉള്ളവർ
എന്ത് ചെയ്യണം? ഞാൻ തരുന്ന നമ്പറുകളിൽ ബന്ധപ്പെടണം. അതായത് നമുക്ക് അവിടെ സഹോദരന്മാരെ ആവശ്യമുണ്ട്, അവിടെ ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്യുവാനും അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുമൊക്കെ സുവിശേഷ വേലയിൽ താല്പര്യമുള്ളവർ, അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളത് സഹോദരന്മാരുടെ നമ്പർ ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഇടുന്നതായിരിക്കും. അവരെ ബന്ധപ്പെടണം, അവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എറണാകുളത്തുള്ളവരുണ്ടെങ്കിൽ ബ്രദർ എനിക്ക് താല്പര്യമുണ്ട്, അവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനും ഞങ്ങൾ അവരുടെ കൂടെ ഒപ്പം പ്രവർത്തിക്കുവാനും, ഇപ്പം അവിടെ സൗണ്ട് എല്ലാ ആൾക്കാരൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ആൾക്കാരെ നമുക്ക് ഗൈഡ് ചെയ്യാനും ഒക്കെ നിൽക്കുവാൻ വേണ്ടി നമുക്ക് കുറച്ച് ആൾക്കാരെ വേണം. അപ്പോൾ അതിന് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടും. ഇനി ആരുമില്ലെങ്കിൽ ഞാൻ ഇറങ്ങി ചെയ്യേണ്ടി വരും, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ കയറി പ്രീച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ളവർ നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ ബന്ധപ്പെടുക. എത്ര ആൾ വന്നാലും കുഴപ്പമൊന്നുമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇടയ്ക്ക് ഓർത്ത് പറഞ്ഞതുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 2 ദിവസമുള്ളിൽ ഞാൻ നമ്പർ ഇടുന്നതായിരിക്കും. അപ്പം ഞങ്ങളുണ്ടെന്ന് മാത്രം പറഞ്ഞപ്പോൾ രജിസ്റ്ററെ നിങ്ങൾ ബന്ധപ്പെടണം. നിങ്ങളെല്ലാവരും അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടി തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രയറിന് വേണ്ടിയല്ല, ഈ ഓരോ സ്ഥലത്തിനും വേണ്ടിയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാനും പ്രവർത്തിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആളുകളെ ഗൈഡ് ചെയ്യാനും വേണ്ടിയാണ് കേട്ടോ. ആ ഡേറ്റ് മാറിപ്പോയി. 18-ാം തീയതിയാണ് എറണാകുളത്തെ മീറ്റിംഗ്. സിറ്റി പോയി 20 18-ാം തീയതിയാണ് എറണാകുളത്തെ മീറ്റിംഗ് വരുന്നത്. ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കപ്പോൾ പ്രവചനവരവും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ പ്രവചനവരത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രവചനവരത്തിന് ഒത്തിരി അനുഗ്രഹമുണ്ട്. പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നൊരു വരവാണ് പ്രവചനവരം. എന്തുകൊണ്ടാണ് പ്രവചനവരത്തെ ഭയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വരവാണ് പ്രവചനവരം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവം എന്നോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വരവാണ് പ്രവചനവരം. ഇപ്പം എൻ്റെ ഒരു സുവിശേഷകനായ ഒരു സുഹൃത്തിൻ്റെ, ചെറുപ്പക്കാരനായ ഒരു സുഹൃത്തിൻ്റെ ഒരു പെങ്ങൾ 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിലെ പഠിക്കുമായിരുന്നു. അത് ചെറുപ്പക്കാരനായ ഒരു സുഹൃത്താണ്, അദ്ദേഹം ഒരു ബ്രദറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബ്രദർ എനിക്കൊരു സാക്ഷ്യം പറഞ്ഞിട്ട് എൻ്റെ പെങ്ങൾ ഒരു ദിവസം അവളുടെ മേലെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുണ്ട്. 7-ാം ക്ലാസ്സിൽ പഠിക്കുക. ഇവൾക്ക് കൃപാവരങ്ങൾ ഇവളുടെ അകത്ത് തുറന്നു കിട്ടിയെന്നുള്ള ഉറപ്പുണ്ടായിട്ട് ഇവൾ ഒരു ദിവസം സ്കൂളിലിരിക്കുന്ന സമയത്ത് ഇവളുടെ ടീച്ചർ ബോർഡിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൾ എണീറ്റ് നിന്നോട്ട് പറഞ്ഞു, സാറേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചിട്ട് പറയുകയാണ്, സാറിൻ്റെ ബാക്കിൽ, നടുവിൻ്റെ ബാക്കിൽ, സ്പൈനലിൻ്റെ അവിടെ വലിയൊരു വേദനയാൽ സാറ് ഭാരപ്പെടുന്നു. എന്നിട്ട് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു സാറിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് സൗഖ്യം തരുമെന്ന് പറയുമ്പോൾ സാറിന് വലിയൊരു സംശയമായിപ്പോയി. കാര്യം ഒന്നാമത് ഈ വേദനയുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് സാറ് ഒന്ന് സർപ്രൈസ് ആയിപ്പോയി. എന്നിട്ട് സാറ് ചോദിച്ചു, അതെങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുമ്പം സൗഖ്യം നടക്കുന്നത്? അപ്പോൾ ആ മോള് പറഞ്ഞു, എൻ്റെ അകത്ത് രോഗശാന്തിയുടെ വരവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ പിന്നെ സാറ് പറഞ്ഞു, പിന്നെ നീ ഒന്ന് പ്രാർത്ഥിക്കുന്ന പറഞ്ഞുകൊണ്ട് ആ സ്കൂൾ പിള്ളേരെല്ലാം നിൽക്കുന്ന സമയത്ത് സാറ് അകത്തോട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നടുവിൻ്റെ അവിടെ കൈവച്ച് ഈ മോള് പ്രാർത്ഥിച്ചു. വലിയ അത്ഭുതം, ആ സെക്കൻഡിൽ ആ വേദന പൂർണ്ണമായിട്ടും ആ സാറിൻ്റെ മാറി. കണ്ടോ, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചാണേ. അപ്പോൾ ആ കൊച്ചിൻ്റെ അകത്തൊരു അറിവുണ്ടായി, പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കും. അപ്പോൾ പ്രവചനവരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വരവാണ് പ്രവചനവരം. ഞാനിതെല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു. ദൈവം സംസാരിക്കും നമ്മൾ കേൾക്കുന്നതിനെ വരങ്ങളായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നതാണ് ഇന്ന് ആ വാക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ശമൂവേലിന് പോലും സംശയം ഉണ്ടായി, ദൈവമാണോ വിളിക്കുന്നത് ഏലി പുരോഹിതനാണോ? കണ്ടോ, തിരിച്ചറിയാൻ പറ്റിയില്ല. മനുഷ്യൻ്റെ ശബ്ദം പോലെയും തോന്നലുകളായിട്ടും നമ്മുടെ ഉള്ളിൽ ചിലപ്പം ചെറിയ രീതിയിൽ ശബ്ദങ്ങളായിട്ടും കേൾക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ചില സമയത്ത് നിങ്ങൾ ഇൻസ്ട്രുമെൻസുകൾ വായിക്കുന്ന ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും. നിങ്ങൾ ചാടി എണീക്കുന്ന സമയത്ത് ചെവിയൊക്കെ ഒന്ന് തോണ്ടി നോക്കിയിട്ട് പോലും ആ ഏരിയ പോലും ആരും ഇൻസ്ട്രുമെൻസുകൾ വായിക്കുന്ന ശബ്ദം കേൾക്കുന്നേയില്ല. അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സൗണ്ട് ഇതുപോലെ തന്നെ ചില ഇൻസ്ട്രുമെൻസുകൾ പ്ലേ ചെയ്യുന്നതായിട്ടും ഒരു പാട്ടിൻ്റെ ഈണങ്ങൾ വരുന്നതായിട്ടും ചില സൗണ്ടുകൾ കേൾക്കത്തെ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? എന്റെ പേര് വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ നോക്കുമ്പോ ആരെയും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അടുക്കലേക്ക് ദൂത സംഘങ്ങളുടെ ഒരു വരവ് വരുമ്പോഴാണ് ഇൻസ്ട്രുമെൻസുകൾ പ്ലേ ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത്. ഞാൻ ഒരു സമയത്ത് രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു സമയത്ത്, ആ രാത്രിയിൽ ഇങ്ങനെ കുറേ നേരം അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു രാത്രി പോകുന്ന സമയത്ത് ഇരുട്ടി, ഏകദേശം എനിക്കൊന്ന് 2 മണിയോ 3 മണിയോ 4 മണിയൊക്കെ ആ സമയങ്ങൾ കഴിഞ്ഞു പോയി. ഒരു രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേൾക്കുക, ഇരുട്ട് സമയത്താണ്. നമുക്ക് ഇരുട്ട് സമയത്ത് കുറച്ചുകൂടെ നല്ല ക്വയറ്റ് ആയിരിക്കും, വേറെ ഒന്നും ശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ കേൾക്കുവാണ് ഭയങ്കരമായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന സൗണ്ടുകൾ. അപ്പോൾ ഞാൻ ഓർത്ത് വല്ല പള്ളിപ്പെരുന്നാളും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ടോ വല്ലതൊക്കെ ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഓർത്ത് ഇത് അതിൻ്റെ സീസൺ അല്ലല്ലോ,
പിന്നെ ഇതിങ്ങനെ നന്നായിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും, നന്നായിട്ട് സംഗീതത്തിൻ്റെ സൗണ്ടുകൾ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീടിൻ്റെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇങ്ങനൊരു സൗണ്ട് കേൾക്കുന്നേ ഇല്ല. ആ ഏരിയ വളരെ നിശ്ചലമായിട്ട് നിശബ്ദമായിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അകത്ത് വന്ന് പ്രാർത്ഥനയ്ക്കിരിക്കും, പിന്നെ ഇങ്ങനെ കേൾക്കുക. അന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇതിനാൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാർ സംസാരിച്ചാൽ മനസ്സിലായത്, ദൂതന്മാരുടെ സംഘം നമുക്ക് ചുറ്റും വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ദൈവത്തെ പാടി സ്തുതിക്കുന്ന ദൂതന്മാരുണ്ട്. അവർ നമ്മുടെ അടുക്കിലേക്കോ അവരുടെ സാന്നിധ്യം നമ്മുടെ അടുക്കിലേക്കോ വരുന്ന സമയത്ത് നമ്മുടെ കാതുകളിൽ ഈ കൃപാവരങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആവും, ഇത് പ്രവർത്തിക്കുവാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കീ ഉണ്ട്. ആ കീ ഞാൻ ഏറ്റവും ലാസ്റ്റേ പറയത്തുള്ളൂ. ആ കീ എന്താണെന്നുള്ളത്, ഇതിനെ ജ്വലിപ്പിക്കുന്ന ഒരു കീ ഉണ്ട്. ആ കീ, അതായത് നമുക്ക് കിട്ടിയേക്കുന്ന കൃപാവരത്തെ ആളി കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കീ ഉണ്ട്, ഒരു കൃപാവരമുണ്ട്. അത് ലാസ്റ്റ് പറയാം. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇനി നിങ്ങൾ പല സൗണ്ട്, ഇപ്പോൾ സൗരി പറഞ്ഞ പേരുകൾ വിളിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. രണ്ടാമതായിട്ട് കേൾക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങൾക്കകത്ത് നിങ്ങൾ ചില അവ്യക്തമായിട്ടുള്ള രൂപങ്ങളും വ്യക്തികളെയും കാണും. എന്നാൽ അതേ സ്വപ്നത്തിലുള്ളതുപോലെ പിറ്റേ സമയങ്ങളിലോ ഏതെങ്കിലും സമയത്തോ സ്ഥലങ്ങളോ നിങ്ങൾ കാണും. ഞാൻ കുറേ കാലം മുമ്പ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ കടലിരമ്പി വരുന്ന ഒരു സൗണ്ടും ഒരു സ്ഥലവും എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര വർഷങ്ങളായിട്ട് ഈ സ്ഥലം ഇങ്ങനെ കാണിക്കും. അപ്പോൾ അപ്പോൾ നമുക്കറിയാം കടൽ തീരം എല്ലാം ഒരേപോലെ ഇരിക്കുമല്ലോ. പക്ഷെ പല കടൽ തീരങ്ങളിൽ പോയിട്ട് പോലും എനിക്ക് ഈ ശബ്ദം ഇങ്ങനെ അന്ന് കേട്ട പ്രാർത്ഥനാ മുറിയിൽ കേൾക്കുന്ന കടൽ തീരത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും? ആമേൻ. അപ്പോൾ പലയിടങ്ങളിൽ പോയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, പിന്നീട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആ വിഷയം ശ്രദ്ധിക്കുമ്പോൾ ദൈവം കൂടുതലായിട്ട് ഇടപെടും. ഇപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു, ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന, അപ്പോൾ ഞാൻ പറയും, ഇത് നമ്മുടെ അകത്ത് വിശ്വാസമാണ്, ഇതിന് എൻ്റെ അകത്ത് ആ വരവുള്ളത് കൊണ്ട് ദൈവത്താൽ എനിക്കത് കാണാൻ പറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള ദർശനങ്ങളിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം ഉണ്ടായ കുഞ്ഞ് ജോഷുവയാണ് അവൻ്റെ പേര്. അവനുണ്ടാകുന്നതിന് മുമ്പ് ഒരിക്കലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവനോട് പറഞ്ഞൊരു ഡയറി എടുത്ത് ഞാനിങ്ങനെ ഡയറിയിലോട്ട് എല്ലാം എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ എഴുതി വെക്കും. ചിലപ്പോൾ നിങ്ങളുടെ പേരുകളൊക്കെ പലതും പറയുന്നത് എനിക്ക് ചില വിഷയങ്ങൾ ദൈവം മുന്നമേ ചിലപ്പോൾ ചില സമയത്ത് ദൈവം പ്രാർത്ഥനാ മുറിയിൽ ചില വിഷയങ്ങൾ, ചില വ്യക്തികളുടെ പേരുകൾ, അവരുടെ വിഷയങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി തരും. അത് ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ വന്നിട്ട് നേരെ ബുക്ക് വായിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, കർത്താവ് ജോഷുവേനെ തരാൻ പോവാന്ന് പറഞ്ഞു. ഞാനത് എഴുതി വെച്ചു. അതിനുശേഷം വൈഫ് കൺസീവായി. അതിനുശേഷം ഒരു ആൺതലമുറയുണ്ടായി. അപ്പോൾ ആ പ്രഗ്നൻസിയുടെ സമയത്ത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായി, വല്ലാത്തൊരവസ്ഥയുണ്ടായി. ഹോസ്പിറ്റലിൽ ഒരു ഇൻഫെക്ഷൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ വന്നപ്പോഴേക്ക് എൻ്റെ ഉള്ളിൽ പിശാച് വന്നിട്ട് പറഞ്ഞു, ആ ശരീരത്തെ എന്ത് ചെയ്യും, ഇപ്പം എൻ്റെ മനസ്സിൽ ചിന്ത വരുവാണ്, നഷ്ടപ്പെട്ടു പോകും, വൈഫ് നഷ്ടപ്പെട്ടു, ചിന്ത വരാൻ തുടങ്ങി. പക്ഷേ ചിന്ത വന്ന പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു ദർശനം കാണിച്ചു. കുഞ്ഞുണ്ടായിട്ടില്ല, ഉണ്ടാകുന്ന സമയത്തൊരു കോംപ്ലിക്കേഷനാണ്. പെട്ടെന്ന് കർത്താവ് ഒരു ദർശനം കാണിച്ചു. 5 വയസ്സുള്ള ഒരു ആൺകൊച്ചിനെ നടുക്ക് നിർത്തിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുണ്ടായിട്ടില്ല, അതിന് മുമ്പ് ഈ ചിത്രം കാണിക്കും. എന്നിട്ട് എൻ്റെ ഒരു വാക്യം കൂടെ പൊങ്ങി വന്നു. ഇങ്ങനെയാണ് ഒരു വാക്യം വന്നിരിക്കുന്നത്, കർത്താവിലേക്ക് നോക്കിയവർ മുഖം പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയിട്ടില്ല, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഈ 2 വാക്യം വന്നതോടെ എനിക്ക് സകല എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭയവും ഭാരവും എല്ലാം മാറിയിട്ട് എൻ്റെ അകത്തേക്ക് വലിയൊരു ബലവും ധൈര്യവും ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലണ്ടനിൽ പോയ സമയത്ത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്, യാദൃശ്ചികമായിട്ട് അവിടെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവർ ചുമ്മാ എന്നാൽ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് ആ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ നേരെ അവിടെ നിന്ന് ലണ്ടൻ ബ്രിഡ്ജിൽ വെച്ച് എടുത്ത ഫോട്ടോ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ നേരെ ഫോട്ടോ ഇരുന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അതേ രൂപത്തിൽ അതേ ഫോട്ടോയിൽ എന്ത് ചെയ്തു, അതായത് ഇന്ന് 2023 ഫോട്ടോ എടുക്കുന്നത്, 2019 കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ അന്ന് കണ്ട ആ ദർശനത്തിൻ്റെ നിവൃത്തി എന്ത് ചെയ്തു, അപ്പം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം കർത്താവ് കാണിച്ചു തന്നപ്പോൾ നമുക്ക് എന്തുണ്ടായി, കോൺഫിഡൻസ് ഉണ്ടായില്ലേ, ധൈര്യം ഉണ്ടായില്ലേ. ഇതാണ് പ്രവചനവരം.
വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടാവും. നമ്മളെന്തിനാണ് വെറുതെ കരയുന്നത്? നമ്മുടെ പല കരച്ചിലുകളും വേസ്റ്റായിട്ടുള്ള കരച്ചിലുകളാണ്. നമ്മൾ ആകുലപ്പെട്ട് കരയുന്നില്ല. എന്തിനാണെന്നറിയോ? പിശാച് നമ്മളെ പഠിപ്പിക്കുകയാണ്, അനർത്ഥം സംഭവിക്കും, നഷ്ടപ്പെട്ടു പോകും, അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ കൃപാവരം ഉപയോഗിച്ച് നിങ്ങൾ ആ കരയുന്ന വിഷയത്തിന് ഭാവിയിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരയത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കി, ഞാൻ ആ കാര്യം ഒന്ന് വന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഏലിയെപ്പറ്റി പറയണം, ഏലി പുരോഹിതനെ പറ്റി പറയുകയാണ്. ഇവിടെ നോക്കി, ഏലി പുരോഹിതനെ പറ്റി പറയുകയാണ്. ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യണമെന്നാൽ ഞാൻ അവൻ്റെ മേൽ അന്ത്യത്വം വർദ്ധിക്കുന്നു. അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന കൃത്യവും അവനെ അറിഞ്ഞിട്ട് അവരെ ശാസിക്കാതെ അവൻ്റെ ഭവനത്തിൽ എന്നേക്കും ശിഷ്ടവിധം. അപ്പം ഏലി പുരോഹിതൻ്റെ മക്കളിൽ ഭാവിയിൽ നമുക്കറിയാം അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അറിയാൻ പറ്റും. ഏലി പുരോഹിതൻ്റെ മക്കൾ ഭയങ്കര കുരുത്തക്കെട്ടവരായിരുന്നു. ഇദ്ദേഹം പള്ളിയിൽ പുരോഹിതനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇവളുടെ മക്കൾ നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ബൈബിളിലുണ്ട്. ഭയങ്കര കുരുത്തക്കേട് കാണിച്ച് പുള്ളി അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിള്ളേരല്ലേ എന്നാ പറയാനെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശകാരിക്കാതെ എന്ത് ചെയ്തു? പക്ഷെ ദൈവം ശമൂവേലിനോട് പറയുകയാണ്, നീ പ്രവചിക്കണം, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അവൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും, ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകും, ദൈവത്തിൻ്റെ ആലയത്തെ മലിനമാക്കിയതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നുള്ളത് പ്രവചിച്ച് പറയുക. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറയുകയാണ്, ഏലിയുടെ തലമുറകളെപ്പറ്റി. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭാവിയിൽ മാത്രമല്ല അനേകരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ദൈവം നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരും. ഇന്ന് ഞാനപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പം ഇനി ആർക്കെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു വരാൻ വേണ്ടി പോവുകയാണ്. അത് തുറന്നു വരാൻ വേണ്ടി പോകുമെന്ന് പറയാൻ കാര്യം ദൈവം എൻ്റെ മേലിട്ടിരിക്കുന്ന ഒരു അഭിഷേകത്തിൽ നിന്നുകൊണ്ടാൻ പറ്റത്തില്ല, അല്ല നമ്മുടെ അഹങ്കാരത്തിൽ നിന്നുകൊണ്ടല്ല. അഭിഷേകത്തിന് നുകങ്ങളെ തകർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? രോഗശാന്തി വരുമ്പോൾ തന്നെ മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരും ശമൂവേലിനെ പോലെ എപ്പോഴും 24 മണിക്കൂറും ദേവാലയത്തിൽ താമസിക്കുന്നവരല്ല. ചുരുങ്ങിയ സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇനി സമയം കണ്ടെത്തണം പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും ഒക്കെ. അതെന്താണെന്നുള്ളത് മുന്നോട്ട് പറയാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളുടെ മുമ്പോട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളെ, കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വളരുന്നവരായതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കാൻ വേണ്ടി പിശാച് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ എണീപ്പിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നാൽ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കുക. നിങ്ങളൊന്നും ചിന്തിക്കേണ്ട, ഞാൻ കർത്താവിൽ ഇത് ഉപയോഗിക്കപ്പെടും. ഇത് ഉപയോഗിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു കുഞ്ഞു കൊച്ച് സ്റ്റെപ്പ് വെക്കുന്നത് പോലെ ഞാൻ പിച്ച വെച്ച് നടക്കണം. ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അത് വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം. ചോദിച്ചിട്ട് ചിലപ്പം ഞാൻ പറഞ്ഞില്ല, ചില സമയങ്ങളിൽ ഒന്നും കണ്ടില്ലെങ്കിലും നിർത്തരുത്. തുടർമാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. ഞാൻ വീണ്ടും പറയും, ഇത് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ അകത്തുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്കകത്ത് വരങ്ങളുണ്ട്. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുവാണ്. ബാക്കി നിങ്ങൾക്ക് തുടർമാനമായിട്ട് ഇതിനെപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തുടർമാനമായിട്ട് നമ്മൾ ഈ വിഷയങ്ങളെ, 9 കൃപാവരങ്ങളെപ്പറ്റി ആഴമായി ചിന്തിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ഞാൻ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്ന പ്രാർത്ഥനകൾക്കായി, മീറ്റിങ്ങുകൾക്കായി വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുന്നോട്ട് നിങ്ങൾക്ക് വിതയ്ക്കാൻ അവസരമുണ്ട്. കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. തലമുറകൾക്കത് അനുഗ്രഹമായി തീരും. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. അവർ തന്നത് വിതച്ചതൊക്കെയും കർത്താവെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല, അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ടാണ് വിതയ്ക്കുന്നത്. മുന്നോട്ട് അതിൻ്റെ റിസൾട്ടുകൾ കാണും. യേശുവിൻ്റെ നാമത്തിൽ. ഗൂഗിൾ പേ വർക്കാകുന്നില്ല സഹോദര. ഗൂഗിൾ പേയിൽ അയക്കുന്നത് വേറെ എനിക്ക് തോന്നുന്നു പോകുന്നത്. എന്നാണ് ഞാൻ പറഞ്ഞിരുന്നു, ഗൂഗിൾ പേ വർക്കല്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ നടക്കുന്നില്ല. സമൃദ്ധിക്കായിട്ട് നന്ദി. ഉയർച്ച തന്നെ പ്രാവർത്തിക്കത്തുള്ളൂ. താഴോട്ട് പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് എല്ലാ രോഗികളായി ഭാരപ്പെടുന്നവർ, വേദനയുള്ള ഭാഗത്തോട്ട് എത്ര വലിയ ബുദ്ധിമുട്ടിലാണോ, യേശുവിൻ്റെ നാമത്തിൽ കൈ അവിടെ എടുത്തു വെച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ അത്ഭുത കരം ഇന്ന് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നല്ലോ. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രതിസന്ധികളും ഇന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്നു വരാൻ വേണ്ടി പോവാണ്. നിങ്ങളിട്ടിരിക്കുന്ന കൃപാവരങ്ങൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞു, എൻ്റെ കൈവെപ്പിനാൽ നിൻ്റെ അകത്തുള്ള കൃപാവരങ്ങൾ ജ്വലിച്ചു വരട്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ, എൻ്റെ അകത്തല്ല, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ ജ്വലിക്കും. അപ്പം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവം തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഈ കൃപാവരം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ കൃപാവരങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നത്, ഇതിൻ്റെ റിസൾട്ടുകൾ കാണുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ തുറന്നു വരുന്നത്, നിങ്ങളുടെ ഭാവിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകും അതൊക്കെ നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ കാണാൻ പറ്റും. നമ്മളെ കുരുക്കുകളിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അബദ്ധങ്ങളിൽ പോയി വീഴാതെ, അനർത്ഥങ്ങളിൽ പോയി വീഴാതെ, പാപത്തിൽ പോയി വീഴാതെ നിങ്ങളെ ദൈവാത്മാവ് ഗൈഡ് ചെയ്യുവാൻ കൃപാവരങ്ങൾ നമ്മളെ സഹായിക്കും. നമ്മുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു അത് കർത്താവ് നമ്മളെ ഗൈഡ് അങ്ങോട്ട് പോകരുതെന്നും അത് ചെയ്യരുതെന്നും ആ കാര്യത്തിൽ കൈകൊടുക്കരുതെന്നും എല്ലാം വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കും. അതിനുവേണ്ടിയാണ് കൃപാവരങ്ങളുടെ പഠനങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് വേദനയാൽ ഭാരപ്പെടുന്ന ഒരു കൈയോടെ എടുത്തു വെച്ച്, വേദനയാൽ ഭാരപ്പെടുന്ന ഒരു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൈവച്ച്, ഇപ്പോൾ നിങ്ങളുടെ വേദനകൾ ഇപ്പോൾ തന്നെ സൗഖ്യമായി മാറുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേദനയുള്ള ഭാഗത്തോട്ട് ആ കൈയൊന്ന് എടുത്ത് വെച്ച്, നമ്മളെല്ലാ ദിവസത്തെ പോലെ നിങ്ങൾ ആ കൈ വെച്ച് നിങ്ങളുടെ കരത്തിലൂടെ ആ രോഗശാന്തിയുടെ ശക്തി വെളിപ്പെടുകയാണ്, ആ കൃപാവരം വെളിപ്പെടുകയാണ്. ഇതിന് ശേഷം ഞാൻ എല്ലാ ദിവസത്തെ പോലെ ചോദിക്കും, ആർക്കെങ്കിലും വ്യത്യാസമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് ഇപ്പോൾ തന്നെ രോഗശക്തികൾ, വേദന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറുകയാണ്. ആ വേദനയോട് കൽപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ സമയമാണ്. വേദനയിൽ നിന്നുള്ള മോചനം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യം നിറയുന്നല്ലോ. വേദനയിൽ നിന്ന് പുറത്തു വരട്ടെ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ കർത്താവെ, അങ്ങയുടെ അത്ഭുതകരം ഇന്ന് സംഭവിക്കുന്നല്ലോ. പ്രാർത്ഥിക്കുന്നപ്പോൾ വേദന വിട്ടൊഴിഞ്ഞ കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആർക്കെങ്കിലും ഇപ്പോൾ വേദനയിൽ നിന്ന് മാറിയ അനുഭവം ഉണ്ടെങ്കിൽ, ഒന്ന് പറഞ്ഞോട്ടെ. ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ ഒന്ന് പറഞ്ഞു. വേദന മാറിയവരുണ്ടെങ്കിൽ. സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു മിനിറ്റ്, ഇപ്പൊ വേദന മാറിയവരാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ തലവേദനയായിരുന്നു, അത് മാറി. അയ്യോ, നിങ്ങളിങ്ങനെ ഒരുമിച്ച് പറഞ്ഞാൽ എങ്ങനെ കേൾക്കും? ഷോൾഡർ പെയിൻ, ഞാൻ ഓരോന്ന് വയ്ക്കാൻ വേണ്ടി. ഷോൾഡർ പെയിൻ ഉള്ള ആരായിരുന്നു ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? എന്റെ റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ ഈ മുളക് തേച്ച് ഇങ്ങനെ മഴയുന്നൊരു അനുഭവമായിരുന്നു. അത് മാറി. എനിക്ക് വേദനയെല്ലാം മാറി. എനിക്ക് ഒരു വർഷം കിടക്കാൻ പാടില്ല. അപ്പൊ എനിക്ക് കൈത കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും മാറി. ആമേൻ. സ്വതന്ത്രം പൂർണ്ണമായിട്ടും മാറി. മറ്റാരെങ്കിലും ഉണ്ടോ? ചെവിയിലെ വേദന ഇപ്പൊ അത് മാറി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ വേദന അനുഭവിച്ചവര്? ഇന്നലെ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇന്നിപ്പോ പ്രയറിന് ഇത്രയും നേരം ഇരുന്നിട്ട് ഒരു കുഴപ്പമില്ല. ആമേൻ. കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. ഇവിടെ എന്റെ വൈഫ് ഉണ്ടായിരുന്നു. വൈഫ് ഇരിക്കും എഴുന്നേക്കും. ഞാൻ ചോദിച്ചു എന്താ പറ്റി? എന്റെ വേദന മാറിയെന്ന് പറഞ്ഞു. ആമേൻ. എന്നായിരുന്നു ബുദ്ധിമുട്ടത്? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ആർക്കും കേൾക്കാനും പറ്റും. ആമേൻ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ആ സഹോദരി ഇരുന്നുവേ എണീക്കുകയും ചെയ്തില്ല, വേദന മാറി. എന്ത് പറ്റിയതായിരുന്നത് ഇപ്പൊ സഹോദരൻ പറഞ്ഞത്? കാലൊന്ന് ഉളുക്കിയതായിരുന്നേ. അപ്പൊ കാല് ഉളുക്കി കഴിഞ്ഞപ്പോ നടുവിനാണെങ്കിൽ ഭയങ്കര വേദന. എനിക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എത്ര നാളായിട്ട്? പാസ്റ്റർ പറഞ്ഞപ്പോ ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചു. എനിക്ക് ഇരിക്കാനും നിവരാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇപ്പൊ വേദനയില്ല, പൂർണ്ണമായിട്ടും അത് മാറി. ആമേൻ. സ്വോത്രം. മറ്റാരെങ്കിലും ഉണ്ടോ?
ഉണ്ട് പറയാം. ബ്രദറെ എന്റെ നടുവേദന മാറി. നടുവേദന ഉണ്ടായിരുന്നു. എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു? കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാ. ഓ സ്വോത്രം. ഈ കുറച്ച് വർഷം എന്ന് പറഞ്ഞാൽ എത്രയാ പറഞ്ഞു? നട്ടലിന് അകൽച്ച ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വേദന ഇല്ല. ഇപ്പൊ വേദനയില്ല. ആമേൻ. സ്വോത്രം സ്വോത്രം. ഇതെല്ലാം ഞാൻ പറഞ്ഞത് സ്പിരിറ്റ് ഓഫ് ഹീലിംഗ് എന്ന കൃപാവരമാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. മറ്റാരെങ്കിലും? ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ നടുവേദന മാറി. 5-6 ആമേൻ. വർഷമായിട്ടുണ്ടായിരുന്നു ഓ നടുവേദന. 5-6 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദനയായിരുന്നു. സ്വോത്രം. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരുന്നു. നന്ദി. മറ്റാരെങ്കിലും? കാലുവേദന മാറി. എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു? നിങ്ങൾ എത്ര നാളിനോടൊന്ന് പറഞ്ഞേക്കണേ. 1 വർഷം കാലുവേദന ഉണ്ടായിരുന്നു ഇരിക്കുമ്പോ. ഒരുപാട് ഇപ്പൊ ഇന്നത്തെ പ്രാർത്ഥന ആയപ്പോ മാറി. ആമേൻ. 1 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു അല്ലേ? കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരുന്നു. നന്ദി. മറ്റാരെങ്കിലും? ഭയങ്കര നടുവേദനയായിരുന്നു. കിടക്കാൻ വയ്യാത്ത പോലെ നടുവേദനയായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ച നിമിഷം എനിക്ക് സൗഖ്യമായി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരുന്നു. നന്ദി. മറ്റാരെങ്കിലും? എനിക്ക് കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. അത് പക്ഷെ ഇപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. ആമേൻ. കർത്താവ്. എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? അത് എനിക്ക് കുറെ ഒരു 3-4 ആഴ്ച എനിക്ക് ഇങ്ങനെ പുറത്ത് വേദനയായി. നടുവിന്റെ നട്ടലിന്റെ ആ ഭാഗത്ത് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ഞാൻ തന്നെ തീരുമാനിച്ചു ഇനി മരുന്ന് കഴിക്കുന്നില്ല. ദൈവം മാറ്റുന്നെങ്കിൽ മാറ്റത്തെ. അത് മാറി. ആമേൻ. കർത്താവ് സൗഖ്യമാക്കിയിരുന്നു. നന്ദി. ആമേൻ. ബ്രദറെ, മറ്റാരെങ്കിലും? ഇന്നലത്തെ പ്രയർ ഇന്ന് സൂം മീറ്റിംഗിൽ ഇന്ന് യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ ഇളയമ്മയ്ക്ക് നടുവിന്റെ വേദന മാറി. ഓ ഇന്നലത്തെ മീറ്റിംഗ് കേട്ടോണ്ടിരുന്നപ്പോ? ഇന്നലത്തെ മീറ്റിംഗ് ഇന്ന് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ. ഓ സ്വോത്രം സ്വോത്രം. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരുന്നു. നന്ദി. ആമേൻ. ഞാൻ തൽക്കാലത്തേക്ക് സൗഖ്യത്തിൻ്റെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞ് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നതിനേക്കാൾ ദുഃഖം വേറെ ഒന്നുമില്ല. എങ്കിലും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഇനിയും എനിക്കറിയാം ഒത്തിരി സൗഖ്യം. കാലിൻ്റെ ഞരമ്പ് മാറി. എത്ര വർഷം ആ സൗഖ്യം പറഞ്ഞ സതീ അനിൽകുമാർ ആ സാക്ഷ്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് എന്നെ പറ്റി തരുന്നത്. ഇപ്പം എനിക്ക് മെസ്സേജ് അയച്ചത് ഇപ്പം സിസ്റ്റർ ഒരു മെസ്സേജ് അയച്ചില്ലായിരുന്നു? ഒരു വർഷത്തിന് മേലെ 1.5 വർഷത്തോളമായി ഞാൻ ഇടറിയതുപോലെ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കിടന്നപ്പം ഒരു കാലത്തെ മേളിലെടുത്ത് വെച്ചു. അപ്പോ ആ കാല് ഞരമ്പിന് തന്നെയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കാല് പെട്ടെന്ന് അനക്കിയപ്പോ ആ ഞരമ്പിന് ഒരു വേദന വേണ്ട. പിന്നെ എനിക്ക് ആ കാലിനൊരു തരിപ്പും വേദന. ഇപ്പൊ ഈ നിമിഷം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് അതുണ്ടായി. ഞാൻ ബ്രദർ പറഞ്ഞ അനുസരിച്ച് കൈ വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ പെട്ടെന്ന് എന്റെ വേദന അങ്ങ് മാറി. ആമേൻ. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? 1 വർഷം മേലെയായി. 1.5-2 വർഷത്തോളമായി. ഇടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര. ഇപ്പൊ അത് പൂർണ്ണമായിട്ടും മാറി. പൂർണ്ണമായിട്ടും മാറി. ആമേൻ. ആമേൻ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാനിത് സാക്ഷ്യമല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വർഷം പറയാൻ പറഞ്ഞു വെച്ചാൽ, സഹോദരി കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ് സഹോദരി പറഞ്ഞാൽ സൂമിൽ ഇന്നലത്തെ രോഗശാന്തിയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ആ അമ്മയ്ക്ക് സൗഖ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നിങ്ങൾ ഈ വർഷം പറയുമ്പം വർഷങ്ങളായിട്ട് ഇതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്നവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാകും. ഈ എൻ്റെ രോഗം എനിക്കും ഇതുപോലെ സൗഖ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ കാലത്ത് പറയാറ്. അപ്പോൾ അവർ ഇതുപോലെ തന്നെ ചിലപ്പോൾ കുറേ കാലം എന്ന് പറയുമ്പോൾ 2 മാസമാകാം, 2 ദിവസമാകാം. അത് നമുക്ക് പെട്ടെന്ന് നമുക്കറിയത്തില്ല. കുറേ കാലം നല്ല നിങ്ങൾ പറയണം. അത്രയും വർഷങ്ങൾ ഭാരപ്പെടുന്ന രോഗികൾക്ക് അത് സൗഖ്യമാകുവാൻ ഒരു അവസരമാണ് നമ്മുടെ സാക്ഷ്യങ്ങൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് തുറമാനമായി സാക്ഷ്യം. അപ്പോൾ ഇതെല്ലാം കൃപാവരം. ഇതെങ്ങനെയാണ് രോഗശാന്തി നടന്നത്? കൃപാവരങ്ങൾ. യേശുക്രിസ്തു ക്രൂശിലൂടെ നടത്തിയ സൗഖ്യം കൃപാവരങ്ങളിലൂടെ നിങ്ങൾ കൈവെക്കുമ്പോൾ, അതിലൂടെ ഒരു പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ, ആ പ്രാർത്ഥനയും കൈവെപ്പും എല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ആ വരം പുറത്തേക്ക് ഒഴുകുന്നു. ആ വരത്തിലൂടെ സൗഖ്യങ്ങൾ നടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലൂടെ വരങ്ങൾ പുറത്തു വരും. ആമേൻ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് ഈ കർത്താവ് ഓരോ വ്യക്തിയുടെ മേൽ ചൊരിയുന്നല്ലോ. എന്നെ കർത്താവ് എന്നെ ഒരു വാക്കിങ്ങനെ പറയുന്നു. സൂമിൽ ലൈവ് എനിക്കറിയത്തില്ല. കറുകച്ചാലിൽ ഉള്ള ഒരു വീടാണ് ഞാൻ കാണിക്കുന്നത്. കറുകച്ചാൽ എന്ന് പറയുന്ന, കോട്ടയത്ത് കറുകച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വീടിൻ്റെ അകത്ത് ഒരു സഹോദരി ഇരുന്നുകൊണ്ട് വളരെ ദുഃഖത്തോടെ തൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആകുലപ്പെട്ടു പ്രാർത്ഥിക്കുന്ന, കുടുംബത്തിൻ്റെ അകത്ത് പലപ്പോഴും പഴികൾ കേൾക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പഴിയും നിന്ദകളും ഏൽക്കേണ്ട അവസ്ഥയിൽ വന്നിട്ടുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ പലപ്പോഴും ഒറ്റപ്പെടുത്തേണ്ട പോലെ അവസ്ഥ വന്നിട്ടുണ്ട്. എങ്കിലും വിട്ടുകൊടുക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുന്നു.
ആ സഹോദരി സൂമിലുണ്ടെങ്കിൽ പ്രതികരിക്കാം. ഇനി ലൈവിലാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇനി യൂട്യൂബിലാണെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് എന്നെ കാണിക്കുന്ന ആ ഭവനത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം എന്നോട് പറയുകയാണ്. നിന്ദിച്ച, പരിഹസിച്ച, ഒറ്റപ്പെടുത്തിയ സകല മേഖലകളിൽ നിന്നും കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു എന്നോട് പറയുന്നു. ഏറ്റെടുത്തോണം. കർത്താവ് വലിയ പ്രവൃത്തികളാൽ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകരുന്നപ്പോൾ തകർന്ന അവസ്ഥകൾ പണിയപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞു. ബ്രദറെ, അത് ഞാനാണ്. ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. എൻ്റെ ഭർത്താവും മക്കളും ഒക്കെ ഒറ്റ ഇതായിട്ട് നിൽക്കുവാണ്. എല്ലാ മേഖലയിലും ഞാൻ തള്ളപ്പെട്ടൊരവസ്ഥയിലാണ് ബ്രദറെ. ആമേൻ. സിസ്റ്റർ അത് ഏറ്റെടുത്തോട്ടോ. കർത്താവ് ഇന്ന് അനുഗ്രഹമാക്കി മാറ്റുന്ന നന്ദി പറയുന്നല്ല. അപ്പോൾ എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ച് യേശുവേ, ഇന്ന് നിങ്ങളെ ഞാൻ പറയും, ഈ ദിവസങ്ങളിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് കൃപാവരങ്ങളിൽ ജ്വലിച്ചാൽ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധി, ഞാൻ പറഞ്ഞു നമ്മുടെ രോഗമായിക്കോട്ടെ, ഇപ്പോൾ രോഗത്തെയാണ് നമ്മളിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കണ്ടത്. അതുപോലെ കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തലമുറകളുടെ ബന്ധനങ്ങൾ, സകല വിഷയങ്ങളെയും ഈ കൃപാവരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഒരു ബ്രദറിൻ്റെയും സഹായമില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവായ യേശുവിലൂടെ നിങ്ങൾക്കത് ഉപയോഗിക്കുവാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ പറ്റും കർത്താവിൻ്റെ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും കേൾക്കാൻ വേണ്ടി പോകരുത്. ഒരാളുടെയും മറ്റൊരാളുടെ കുറ്റം പറയുന്നത് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നിങ്ങൾ വാഗ്വാദങ്ങളൊന്നും, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ഒന്നും നിങ്ങൾ ചെയ്യുവാൻ പോകരുത്. ഈ കൃപാവരങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പോയി ചെയ്യുവാൻ കഴിയത്തില്ല. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇന്ന് പ്രാർത്ഥനകൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോഴാണെങ്കിൽ നാളെ നമ്മുടെ പ്രാർത്ഥന ഇച്ചിരി നേരത്തെ സ്റ്റാർട്ട് ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഒന്ന് നോട്ട് ചെയ്തോണം. നമ്മുടെ വാട്സാപ്പിൽ നിങ്ങളെല്ലാവരും ഒന്ന് അലേർട്ടായിരിക്കുക. ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് ഈ 9:30 എന്നുള്ളത് ചിലപ്പം നാളെ മാത്രം ഒരു 8 മണിക്കോ 8:30 ആകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. അതുകൊണ്ട് ഗ്രൂപ്പിലൊന്ന് നോക്കുക. ഇല്ലെങ്കിൽ മെസ്സേജ് ഒന്നും വന്നില്ലെങ്കിൽ പ്രാർത്ഥന അത് തന്നെയാണ്. ഇല്ലെങ്കിൽ ഒന്ന് 8:30 ചിലപ്പോൾ മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ആ ലിങ്ക് അപ്പോഴേ ആക്റ്റീവ് ആകത്തുള്ളൂ. മെസ്സേജ് നോക്കുക. മെസ്സേജിൽ കിട്ടുന്നുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം യേശുവിൻ്റെ, ഞാൻ കീവേഡ് പറയാഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് ഇത് തീർന്നിട്ടില്ല. നമ്മൾ ഓരോ കൃപാവരങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് വരുവാണ്. ഏറ്റവും ഒടുവിലാണ് ഈ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന മെയിനായിട്ടുള്ള ഈ കീ അത് പറയാൻ വേണ്ടി പോകുന്നത്. അതാണ് ഏറ്റവും അവസാനം പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. സാമ്പത്തികമായി സൗഖ്യങ്ങളായിക്കോട്ടെ, ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ. കുടുംബത്തിൻ്റെ അകത്ത് വായ്പ മേടിക്കത്തില്ല എന്ന് കൽപ്പിച്ച് മിറക്കിൾ മണികൾ അക്കൗണ്ടുകളോട്ട് വരാൻ പോവുക. മിറക്കിൾ മണി. മീൻ്റെ വായിൽ ചതുദ്രമ പണം ഒരുക്കിയതുപോലെ, ആകാശത്തുനിന്ന് മന്ന കുഴിച്ചതുപോലെ, ഇസ്രായേലിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചതുപോലെ എനിക്ക് വേണ്ടി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എൻ്റെ പുറകെ വരും. ഒന്ന് കൽപ്പിച്ച്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വായ്പ വാങ്ങത്തില്ല. എൻ്റെ കടഭാരത്തിൻ്റെ മീതെ ഞാൻ ചവിട്ടി നിൽക്കും. ഞാൻ വാരി വിതറി കൊടുക്കും. വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഇന്ന് പിന്തുടരും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഒരു വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയിട്ട് ആ വക്കീൽ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഭാരത്തിൽ നടക്കുന്ന ഒരു വ്യക്തി, അലമാരിക്കകത്ത് വെച്ചിട്ടില്ല, അതിപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു ബാഗിൻ്റെ അകത്തിരിക്കുവാണ് ആ വക്കീൽ നോട്ടീസ്. അത് വീടിലൊന്നും വെക്കാതെ അത് കൈ കൊണ്ട് നടക്കുവാണ്. പലരെയും കാണിക്കുന്നത് ഞാൻ കാണുന്നു, പക്ഷെ ആർക്കും ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. എൻ്റെ കർത്താവ് ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ വക്കീൽ നോട്ടീസിനെ ഓർത്ത് ഇനി ഭാരപ്പെടേണ്ട. അത് കൊടുത്ത വ്യക്തിയുടെ ഹൃദയത്തെ തൊട്ടിട്ട് ആ വ്യക്തിയുടെ ചിന്തകളെ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കുന്ന രീതി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പ്രിയമക്കൾക്ക് വിരോധമായി നിൽക്കുന്ന, പ്രതികൂലമായി നിൽക്കുന്ന സകല പിശാചിൻ്റെ തന്ത്രങ്ങളെയും വെട്ടിമാറ്റുന്നു. അത്ഭുതങ്ങളുടെ ദൈവം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അപ്പാ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്നെ കർത്താവിനെ കാണിക്കും. നെൽസൺ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. നെൽസൻ്റെ കുടുംബത്തിൻ്റെ മേൽ അന്ധകാരത്തിൻ്റെ ശക്തികളെ ഇന്ന് പുറത്തു കൊണ്ടുവന്ന് ആ കുടുംബത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതുന്ന രീതിയിൽ കർത്താവ് വലിയ ചില പ്രവൃത്തികളാൽ നിറയ്ക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിലാണ് കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, വരാൻ പോകുന്ന മാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികളുടെ മാസമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്.
ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു കർത്താവിനോട് പറയുന്ന ഒരു ചാർലിയുടെ ഭവനത്തെ കർത്താവ് തൊടുക. ചാർലി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ചാർലിയുടെ ഭവനത്തിൻ്റെ മേൽ, ചാർലിയുടെ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ സ്വർഗം അയക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നപ്പാ. അത്ഭുതങ്ങളുടെ ദൈവം, അടയാളങ്ങളുടെ ദൈവം, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കും. ദൂതന്മാരുടെ വിസിറ്റേഷനിലുണ്ടാകട്ടെ, ദൂതന്മാരുടെ വിസിറ്റേഷൻ ഉണ്ടാകട്ടെ, ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകട്ടെ. ദൂതന്മാരെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൃപാവരങ്ങൾ ജ്വലിക്കുന്നതിന് നന്ദി, കൃപാവരങ്ങൾ ജ്വലിക്കുന്നതിന് നന്ദി. ഈ ദിവസങ്ങളിൽ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായി ദൈവപ്രവൃത്തി നിങ്ങൾ ഒന്ന് കണ്ണടച്ച് കണ്ടേ. തളർന്നു കിടക്കുന്ന രോഗികൾ ചാടി എണീക്കാൻ വേണ്ടി പോകുന്നു. മുടന്തായിട്ടുള്ള ജന്മനാ മുടന്തുള്ള വ്യക്തികൾ അപ്പോസ്തല പ്രവൃത്തി നടന്നതുപോലെ മുടന്തുകൾ തുള്ളിച്ചാടി എണീക്കാൻ വേണ്ടി പോകുന്നു. കാഴ്ചയില്ലാത്തവൻ നിങ്ങളുടെ കരത്തിലൂടെ രോഗികൾ സൗഖ്യമാകുന്നു, കാഴ്ചകൾ ലഭിക്കുന്നു. ബൈബിളിൽ യേശു പറഞ്ഞത് ഊമൻ സംസാരിക്കുന്നു, മുടന്തൻ തുള്ളുന്നു, ചെകിടൻ കേൾക്കുന്നു, മരിച്ചവൻ ഉയർക്കുന്നു. ദൈവരാജ്യം പ്രസംഗിക്ക് പോയി അതിലൂടെ വെളിപ്പെടാൻ വേണ്ടി പോകും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വരാൻ പോകുന്ന മീറ്റിങ്ങുകൾ മറക്കരുത്. ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന മീറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. UK ഗ്രൂപ്പുകൾ. അതിൻ്റെ അകത്ത് നിങ്ങളല്ലാത്തവരൊക്കെ നിങ്ങളതിൽ ലെഫ്റ്റ് ചെയ്ത് നിങ്ങളായിരിക്കുന്ന ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. ബാക്കി എല്ലാവരും ലെഫ്റ്റ് ചെയ്യണം. ഓരോ സ്ഥലത്തിനോട് ഓരോ ഗ്രൂപ്പുകളാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് വേറെ ഗ്രൂപ്പ്, കേരളത്തിൽ നടക്കുന്ന, കോട്ടയത്ത് നടക്കുന്ന, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ഗ്രൂപ്പുകളാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാം ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയാണ്, സമയങ്ങൾ അറിയാൻ വേണ്ടിയാണ്, അതിൻ്റെ ഡീറ്റെയിൽസുകൾ ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എനിക്കൊന്ന് ആ സിസ്റ്റർ സൗകര്യം ഇട്ടിട്ടുണ്ട്. സൗദിയിൽ ഗ്രൂപ്പിന് ഇട്ടിട്ടുണ്ട്. കുവൈറ്റിലുള്ള പ്രയർ ഗ്രൂപ്പുകളുടെ ഇതിന് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ ആയിരിക്കുന്ന രാജ്യം ഏതാണോ അതിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് വരും ദിവസങ്ങളിൽ ആ രാജ്യങ്ങളിൽ വെച്ച് കാണാൻ ഇടയായിത്തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ ചുരുക്ക വാക്കുകളിൽ കുറച്ച് 1-2 സാക്ഷ്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ബ്രദറെ, എനിക്ക് മകളെ കുറിച്ച് പറഞ്ഞില്ലേ ബ്രദറെ? അപ്പൊ കുറെ ആളുകളെ, എന്റെ വീടിന്റെ സമീപത്തുള്ള കുറെ ആളുകളെ എന്റെ മനസ്സില്, അത് എന്റെ ചിന്തയിൽ വന്നതാണ്. ദൈവം ഇപ്പൊ എനിക്ക് തോന്നുന്നു ദൈവം എന്നെ തോന്നിപ്പിച്ചതായിരിക്കും അവരോട് സുവിശേഷം പറയണമെന്ന്. കുറെ ആളുകളെ കാണുമ്പോ എനിക്ക് അങ്ങനെ മനസ്സിൽ വരും. അപ്പൊ ഞാൻ അവരെ പറ്റി പ്രാർത്ഥിക്കും, അവരോട് എനിക്ക് പറയാൻ പറ്റണേന്ന്. ഇപ്പൊ എനിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ച ഒത്തിരി പേരോട് എനിക്ക് സുവിശേഷം അറിയിക്കാനായിട്ട് പറ്റി ബ്രദറെ. ആമേൻ. തീർച്ചയായും സിസ്റ്റർ, ഇത് ഉപയോഗിക്കുക. കർത്താവ് ഇനിയും ഉപയോഗിക്കും. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഞാൻ ടോംസ് വറിനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോംസ് വർ പറഞ്ഞു. ബ്രദർ, എനിക്കൊരു ദൈവാലോചന പറഞ്ഞ ഒരു വിഷയം സാക്ഷ്യം പറയാനുണ്ട് ബ്രദർ. ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദർ, ഒരു 2-3 ദിവസത്തേക്ക് മുമ്പേ ബ്രദർ ഒരു മകള് ദൂരെ നിന്ന് മകൾ ഭവനത്തിൽ വരും. അത് പിന്നെ റെഡ് കളർ ഡ്രസ്സ് ധരിച്ചായിരിക്കും ആ മകൾ വരുന്നത്. അതാണ് അടയാളം പറഞ്ഞത് ബ്രദർ. അപ്പൊ അതുപോലെ എന്റെ മകള് എന്റെ ഭവനത്തിൽ വന്നിരുന്ന് റെഡ് കളറാണ് അവള് ധരിച്ചിരുന്നത്. അപ്പൊ ഞങ്ങള് ഈ വിഷയം അത് 3-4 ദിവസത്തേക്ക് മുമ്പെയാണ് നമ്മൾ ഇത് കേൾക്കുന്നത് ബ്രദർ, ദൈവാലോചന പറയുന്നത്. ഞാൻ അപ്പോഴും ആമയും പറഞ്ഞു, ഞാൻ സ്വീകരിച്ചു. അപ്പോഴും ഇത് ഇന്നലെ എന്റെ മകള് വന്നപ്പോഴത്തേക്ക് റെഡ് കളർ ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. നമ്മള് ഈ കാര്യവും ഓർമ്മയില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വിഷയമായിട്ട് നമ്മൾ പുറത്തു പോയേണ്ടി വന്നു. പുറത്തു പോയപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഈ ബ്രദർ പറഞ്ഞതുപോലെ പിന്നെ ഈ കാര്യങ്ങളെല്ലാം പരസ്പരം തർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നെ അത് പിന്നീട് അതൊരു വഴിത്തിരിവാവുകയും അതൊരു നന്മയിലേക്ക് അത് വരികയും ചെയ്തു ബ്രദർ. അത് ഭയങ്കര ഒരു ബ്രദർ പറഞ്ഞതിൽ പുള്ളി തെറ്റാതെയാണ് അതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. അത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച സമയത്ത് റെഡ് കളറിലെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു മകളൊരു ഭവനത്തിലേക്ക് വരുന്നു. ആ ഭവനത്തിന് ഇരുന്നതിന് ശേഷം അവർ പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം കുറേ വിഷയങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നു. പക്ഷേ കലഹങ്ങൾ ഉണ്ടാവുമെങ്കിലും ദൈവം അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റുമെന്നൊരു പ്രവചനം പറഞ്ഞായിരുന്നു. എത്ര പേരത് കേട്ടിരുന്നു? കേട്ടവരുണ്ടെങ്കിൽ കേട്ടെന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പറയണ്ട. എത്ര പേര് കേട്ടു? അപ്പം സിസ്റ്റർ പറഞ്ഞത് അത് നടക്കുന്നത് 3-4 ദിവസം മുമ്പാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളുടെ വസ്ത്രം ഇടുന്നത് അയാളുടെ തീരുമാനമാണ്, ഒരിക്കലും ആർക്കും അവകാശമല്ല.
പക്ഷെ അതേപോലെ തന്നെ 3-4 ദിവസം മുമ്പ് ആ പ്രവചനം കേൾക്കുന്നത്, ഇതാണ് പ്രവചനം. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ എന്ത് നടക്കാൻ പോകുന്നു അത് വെളിപ്പെടുന്നതാണ് പ്രവചനം. അത് ഞാൻ പറഞ്ഞല്ലോ, പഴയ കാര്യങ്ങൾ വെളിപ്പെടുന്നത് പ്രവചനമല്ല, വേർഡ് ഓഫ് വിസ്ഡമാണ്. ഞാൻ ഈ കൃപാവരത്തിലൂടെ ഒന്ന് പഠിപ്പിക്കാത്. അപ്പോൾ സഹോദരി പറഞ്ഞു 3-4 ദിവസം മുമ്പാണ് ഇത് കേൾക്കുന്നത്. സഹോദരൻ്റെ വീട്ടിലേക്ക് റെഡ് വസ്ത്രം ധരിച്ചൊരു മകള് വരുന്നു. ആ മകള് വന്നിരുന്നതിന് ശേഷം അവർ പുറത്തേക്ക് പോകുന്നു. ആ കാര്യങ്ങൾ അവിടെ ചില സംഭവങ്ങൾ നടക്കുന്നു. പക്ഷെ അത് അനുഗ്രഹമാക്കി ദൈവം മാറ്റുമെന്ന് മുൻകൂട്ടി അറിയിച്ചു. എന്തിനാ അറിയിച്ചെന്നറിയാവോ? ആ കലഹം വരുമ്പം പേടിക്കാതിരിക്കാനും ഭയപ്പെടാതിരിക്കാനും, ആ വിഷയം വരുമ്പം ടെൻഷൻ ആകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് അവർക്ക് എന്ത് ചെയ്തു? ആ പ്രവചനം മുൻകൂട്ടി കേട്ടതുകൊണ്ട് ആ വിഷയം വന്നപ്പോൾ പതറിപ്പോയില്ല. അതാ പറഞ്ഞത്, വള്ളി പോലും പുള്ളി പോലും തെറ്റാതെ അതേപോലെ നടന്നപ്പോൾ എന്തുണ്ടായി? അവർ കോൺഫിഡൻസാണ്, അത് കുഴപ്പമൊന്നും വരത്തില്ല, എന്ന വിഷയം ഉണ്ടായാലും അത് വിഷയമില്ല, ദൈവം അത് മൊത്തം അനുകൂലമാക്കി. അപ്പോൾ അത് മുൻകൂട്ടി എന്ത് ചെയ്തു? ആ കൃപാവരം ഉള്ളായിരുന്നുകൊണ്ട് ആ കൃപാവരത്തിലൂടെ ഭാവിയിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് ആ കാര്യം വെളിപ്പെട്ട് അത് ബോധടാകേണ്ട, അതിനെപ്പറ്റി ഭാരപ്പെടേണ്ടത് കേൾക്കാൻ ഇടയായി തീർന്നു. അതാണ് ആ സഹോദരി സാക്ഷ്യം പറഞ്ഞത്. സിസ്റ്ററെ, സാക്ഷ്യം പറയാൻ വേണ്ടി കാണിച്ച മനസ്സിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ്, ഞാൻ പറയുന്ന സാക്ഷ്യങ്ങൾ പറയുന്നത്, ആലോചന ഇടപെടുന്നത്, നിങ്ങളിത് ചെയ്യുന്നത്, മറ്റൊരു ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എത്ര പേരെ വർദ്ധിക്കാൻ ഇടയായി തീർന്നു. ബ്രദർ നെൽസൺ ബ്രദറെ ആമേൻ, തീർച്ചയായിട്ടും. എനിക്കൊരു പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു. നെൽസൺ ആരാ? നെൽസൺ എന്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവാണ്. ഭയങ്കര ആൽക്കഹോളിക്കായിട്ട് രാത്രി മുഴുവൻ വഴക്കുണ്ടാക്കുന്ന ആളാണ് നെൽസൺ. സ്വതന്ത്രം പ്രാർത്ഥിച്ചു. നെൽസനെ കർത്താവ് വെളിപ്പെടുത്തിയതാണ്. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അവൻ്റെ ആയുസ്സിനെ പിശാച് പിടിക്കാൻ വേണ്ടി നോക്കുവാണ്. അത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചോണം. അവനെ കൈവച്ച് അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. അവൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കണം. ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ, ശരീരം നഷ്ടപ്പെട്ടു പോകാതെ പ്രാർത്ഥിച്ചോണം. മരണത്തെ ഞങ്ങൾ വെട്ടിമാറ്റുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ സാക്ഷ്യം പറഞ്ഞു. പറഞ്ഞു. ബ്രദറെ, നാളെ എത്ര മണിക്കാന്ന് എങ്ങനെയാ അറിയുന്ന പ്രാർത്ഥന? ബ്രദറെ, നിങ്ങൾ ഗ്രൂപ്പിലുണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ട്? ആ, ഗ്രൂപ്പിലുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും. നമ്മൾ എല്ലാ ദിവസവും പ്രയറിൻ്റെ മെസ്സേജ് വരത്തില്ലേ, അതേപോലെ സമയം വ്യത്യാസപ്പെടുത്തിയെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കും. ഇന്ന് പ്രാർത്ഥന 8 മണിക്കോ 8:30 ആണെന്നുള്ളത് വരും. അത് വന്നില്ലെങ്കിൽ 9 മണിക്ക് തന്നെയാണ് കേട്ടോ. 9:30 തന്നെയാണ്, സാധാരണ സമയം പോലെ തന്നെയാണ്. നടുവിന്റെ താഴ്വശത്ത് വേദനയായിരുന്നു ബ്രദറെ. നടുവിന്റെ താഴ്വശത്ത് ഒത്തിരി ദിവസം കൊണ്ടേ ഉള്ള വേദനയായിരുന്നു. അത് ഇന്നലത്തെ പ്രാർത്ഥനയിൽ അന്നേരം കുറവ് പോലെ തോന്നി. എന്നിട്ട് പിന്നെ ഇന്നായപ്പോ അത് പരിപൂർണമായിട്ട് മാറി. നടുവിന്റെ താഴെ നട്ടലിന്റെ ഇടയ്ക്ക് ഒരു വേദനയായിരുന്നു. ഏതാണ്ട് ഇരിക്കുന്നത് ഇതങ്ങ് ഞാൻ വിചാരിച്ച് കിട്ടിക്ക് വല്ല പ്രശ്നമാണോ എന്നൊക്കെ തോന്നി ബ്രദറെ. എന്തായാലും അത് ഇന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ മാറി. എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു? അതിപ്പോ ഒത്തിരി 1-2 മാസം കൊണ്ടേ ഉണ്ടായിരുന്നു. ഓ, യേശുവിന്റെ നാമത്തിൽ അത്രയും മാസങ്ങളായിട്ട് വന്നിരുന്ന വേദന യേശു അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി. പൂർണ്ണ സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിന്. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും പറഞ്ഞോട്ടെ? സിസ്റ്റർ, പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പിലാണ് അയക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത്. പറഞ്ഞു. എനിക്ക് ഇന്നലെ പറഞ്ഞു. ബ്രദറെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ബ്രദറെ, ഞാൻ ഈ ഫോൺ എടുക്കുന്ന സമയങ്ങളില്ല, ഏത് സമയത്താണ്, ചിലപ്പോൾ രാവിലെ ആവും, ഉച്ചയ്ക്കാവും, വൈകിട്ടാവും, ഏത് സമയത്ത് എടുക്കുന്നു ആ സമയങ്ങളിൽ ഒരു ഫാൻസി നമ്പർ പോലെ അത് കാണിക്കുന്ന ടൈം കാണുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറയാൻ കഴിയുമോ? മനസ്സിലായല്ലോ ബ്രദറെ. ഫോണിലാ കാണിക്കുന്നത് എനിക്കറിയാം. ദർശനമാണോ അതോ ഫോണിൽ കാണുന്നതാണോ? പറഞ്ഞു. എനിക്കുണ്ടായ അനുഭവമാണ്. ഞാൻ വാട്സപ്പിൽ ഇട്ടായിരുന്നു, പക്ഷെ പാസ്റ്റർ അത് കണ്ടില്ല. എനിക്കത് പറയാനായിട്ട്, നമ്മള് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ക്ലാസ് ഇങ്ങനെ എടുത്തോണ്ടിരുന്ന സമയത്ത് ഞാനത് പ്രാർത്ഥിച്ചു. നമ്മൾ അവസാനം പ്രാർത്ഥിച്ചായിരുന്നല്ലോ. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാനത് പക്ഷെ അറിഞ്ഞില്ല. ഞാൻ നല്ലതായിട്ടൊന്ന് മുഴുകിയിരുന്നു പ്രാർത്ഥിച്ചോണ്ട് ഒത്തിരി സമയം ഇരുന്നു തോന്നുന്നു. നല്ലതായിട്ടിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംസാരം വന്നു. ഏതോ ഒരു ഭാഷ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കുഞ്ഞിനെ നേരെ കിടത്തു, നിന്റെ കുഞ്ഞിനെ നേരെ കിടത്തു എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ഞാൻ നോക്കുമ്പോ കുഞ്ഞ്
മെത്തേന്ന് താഴെ വീഴാൻ പോകുന്നു. ഞാൻ ഉറക്കെടുത്തിയതാ. കുഞ്ഞ് മെത്തേന്ന് താഴെ വീഴാൻ പോകുന്ന പോലെ ഞാൻ പിന്നെ പെട്ടെന്ന് എടുത്ത് നേരെ കിടത്തിയപ്പോ ഞാനിങ്ങനെ ഞെട്ടി. അയ്യോ, എന്റെ ഇംഗ്ലീഷ് സംസാരിച്ചത് എന്താന്ന് ഭയങ്കര ഒരു അതിശയായി പോയി. ആമേൻ. തീർച്ചയായിട്ടും അത് സിസ്റ്റർ, അത് ഞാന് സിസ്റ്ററുടെ ഉള്ളിൽ ആ കൃപാവരത്തിൻ്റെ ആക്ടിവേഷൻ ആയതാണ്. നാളെ ഞാൻ നമ്മുടെ വചനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ സിസ്റ്ററിനോടൊന്ന് സംസാരിക്കണം സൂമിൽ. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നാളെ ഒന്ന് റെഡി ആയിക്കോണം. ഞാൻ ഈ കാര്യം ഒന്നുകൂടെ ചോദിക്കും കേട്ടോ, എന്താണ് എക്സാക്ട്ലി സംഭവിച്ചെന്നുള്ളത് ഒന്ന് പറയണം. അപ്പോൾ ഈ കൃപാവരം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ദർശനം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ സിസ്റ്ററെ. നാളെ ഏതോ ഓർത്ത് പറഞ്ഞു. ബ്രദർ ഇപ്പോൾ പറഞ്ഞു ഇപ്പൊ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ദർശനം കണ്ടായിരുന്നു. ഞാൻ കാണുന്ന പറഞ്ഞ ഒരു കുഞ്ഞിന്റെ മൂക്കിലോട്ട് മാല് കയറി പോന്നു. കുഞ്ഞിങ്ങനെ കടന്ന് 1 വയസ്സുള്ള ഒരു കുഞ്ഞാ. അപ്പോൾ പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ കുഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നതായിട്ടൊരു ദർശനം കണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ, ഞങ്ങളുടെ ദർശനങ്ങൾ കൂടുതൽ ആഴങ്ങളിൽ പ്രാർത്ഥിക്കണം. കർത്താവ് ആ കുഞ്ഞിൻ്റെ പേരുകൾ വെളിപ്പെടുത്തും, ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത് എവിടെയാണെന്നുള്ളതൊക്കെ ആഴമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ കൃപാവരങ്ങളിലൂടെ നമുക്ക് ദൈവം അത് വെളിപ്പെടുത്തി തരും കേട്ടോ. കർത്താവ് അത് തുറന്നു തരും. ആമേൻ. എനിക്കൊരു വക്കീൽ നോട്ടീസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതാരായിരുന്നു? എന്റെ വൈഫ് എനിക്ക് വേണ്ടി അയച്ചതായിരുന്നു. അത് ഞാൻ ബൈബിളിന്റെ ഇടയിൽ വെച്ച ഇന്ന് രാവിലെ അത് പ്രാർത്ഥിച്ചിട്ട് താഴെ പോയി. അത് ഞാൻ പറയുകയും ചെയ്തത് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ക്ലോസ് ആകുമെന്ന് പറഞ്ഞതോട് പാസ്റ്റർ അത് പറയുകയും ചെയ്തിട്ടുള്ളത്. ദൈവത്തിന്റെ മഹത്വത്തിന് ഞാനത്. ആമേൻ. തീർച്ചയായിട്ടും അത് അത്ഭുതമായി തീർന്നിരിക്കുന്നു. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. കർത്താവ് അത് സാക്ഷ്യമാക്കിയിട്ട് പറഞ്ഞു. എന്തോ സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ഇന്ന് ഒത്തിരി അത്ഭുതങ്ങളെ ദൈവം നടത്തി എൻ്റെ ജീവിതത്തില്. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് ഒരാൾ വന്ന് എന്നോട് ചില വാക്കുകൾ പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ ഇരിക്കുന്ന അവസ്ഥകളൊക്കെ എൻ്റെ ഉള്ളിൽ അങ്ങ് തോന്നിക്കുക. അടുത്തത് ഇന്ന് രാവിലെ പോയി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യാദൃച്ഛിക എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വെച്ച് ഒരാളോട് സംസാരിക്കാനിടയായി. സംസാരിച്ചു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആളിന്നായിരിക്കുന്ന പ്രസന്റ് കണ്ടീഷൻ, ആളുടെ ഫ്യൂച്ചർ ഒക്കെ ഞാൻ അറിയുന്നില്ല, ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അത് അതിനുശേഷം അതേ ഫോണിൽ തന്നെ അടുത്ത് വന്ന വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആളുടെ ജീവിതത്തെ ആൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് ദൈവം വെളിപ്പെടുത്തി. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തക്കണം ദൈവം ഇടവരുത്തി. ആമേൻ. തീർച്ചയായിട്ടും ആ പ്രവചന വരത്തെ കർത്താവ് സിസ്റ്റർ നിങ്ങളുടെ ഉള്ളിൽ ആഴമായി തുറന്നിരിക്കുന്നു. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഇതുപോലെ ആഴമായി വെളിപ്പെടുത്തുന്നു. ഇനിയും പ്രാർത്ഥിക്കണം. അവരുടെ പ്രസൻറ്റ് കണ്ടീഷൻ, അതേപോലെ പ്രസൻറ്റ് കണ്ടീഷൻ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് പ്രവചന വരത്തെ കാണിക്കുന്നതാണ്. അത് ആഴമായി തുറന്നു വന്നിരിക്കുന്നു. ഇനി ഉപയോഗിക്കുക, ആഴങ്ങളിലേക്ക് കയറിപ്പോകാൻ പറ്റും. ദൈവശബ്ദത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത് കയറാൻ പറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ 1-2 സാക്ഷിയുള്ളൊരു വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞോ. എന്തോ 5 മാസമായി കാലിൽ ഇങ്ങനെ ഒരു പൊട്ടലും ചൊറിച്ചലും ഭയങ്കര ഇതായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പഴയ സ്ഥലത്ത് പോയി മരുന്നൊക്കെ വാങ്ങിച്ച് മിഞ്ഞാന്ന് അത് ഭയങ്കര കൂടുതലായി. അപ്പൊ എനിക്കും ഭയങ്കര തളർച്ച തോന്നി. പണിയൊക്കെ ഉണ്ടായി, കുറെ പണിയുണ്ടായി. അങ്ങനെ 2 ആളും സൂമ് കണ്ടില്ലേ കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരം വെളുത്തപ്പോ ആ വട്ടച്ചൊറി പോലെയാണ് 2-3 എണ്ണം ഇങ്ങനെ കാൽമുണ്ടായി. ആ വട്ടച്ചൊറി കുറഞ്ഞു. ഇപ്പൊ വെള്ളമൊലിക്കലൊക്കെ മാറി ശരിക്കും ഇതായി. പിന്നെ അന്ന് ഞാൻ സൂമ് കണ്ടില്ല. എന്നിട്ട് നേരം വെളുത്തപ്പോ വേഗം യൂട്യൂബിൽ കണ്ടപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോ ശരിക്കും എന്റെ ഇവിടെ നിന്ന് കഴുത്തിന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര വേദന കഴിഞ്ഞിട്ട് ഈ സൂമില് യൂട്യൂബില് കേട്ടോണ്ട് വരുമ്പോ ഞാൻ വീണ് പോകുമെന്ന് വിചാരിച്ചു. അത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറി. ഇതും കൂടി കേട്ടപ്പോ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അത് 2 വാരിയെല്ലാം ഒഴിച്ച് ബാക്കി തൊക്കെ ഒടിഞ്ഞതാണ്. നെഞ്ചത്തെ എല്ല് ഒക്കെ ഒടിഞ്ഞതാ. ഇത് കേട്ടപ്പോ എനിക്ക് അങ്ങനെ ആ ഒടിഞ്ഞ വേദനയൊക്കെ കുറവുണ്ട് ഈ സൂമിലൊക്കെ കേറിയപ്പന്നെ. പിന്നെ എനിക്കിപ്പോ പണിയെടുക്കാനൊക്കെ ശരിക്കും പറ്റുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന് തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത വലിയ സൗഖ്യത്തിനും മറ്റു പറഞ്ഞാൽ വാരിയലിൽ അത്രയും ആക്സിഡന്റ് സംഭവിച്ചു അത്രയും വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ വേദനയുടെ മേൽ ദൈവം ആശ്വാസം കൊടുത്തു. ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് ബലം കൊടുത്തു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനും പറഞ്ഞതുപോലെ സംഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കൊടുത്ത വിടുതലിന് നന്ദി പറയുന്നു.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം ഇനിയും സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സമയങ്ങൾ സാക്ഷ്യത്തിനെടുക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് തൽക്കാലത്തേക്ക് ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് പിന്നെയും നാളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടാം. സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കും. കൃപാവരങ്ങളെ ഉപയോഗിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ രോഗങ്ങളെ സൗഖ്യമാക്കണം. അവരോട് പ്രവചിക്കണം. അത്ഭുത പ്രവർത്തികൾ നടത്തണം. നിങ്ങളുടെ ഭാവിയിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ തന്നെ ഒരനുഗ്രഹമായി തീരണം. ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കും. കർത്താവിൻ്റെ ആഗ്രഹം അതാണ്. അതിലേക്ക് നിങ്ങൾ വളർന്ന് കയറി വരിക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ഞാൻ ലൈവിൽ കാണുന്നവരെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. സകല കാര്യത്തിലും ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ലൈവിൽ ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നു. സൂമിൽ അവസാനിച്ചിട്ടില്ല. നമുക്ക് എല്ലാ ദിവസത്തെ പോലെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾ